നന്മയുടെ പൊന്നോണം ഇനി പോത്തീസിനൊപ്പം. നമസ്കാരം. മോർണിംഗ് വൈബ്സിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഒരു നല്ല ദിവസം ആശംസിക്കുകയാണ്. ഞാൻ അശ്വതി. ഞാൻ എൽദോപോൾ പുതുശ്ശേരി. അപ്പോൾ നല്ലൊരു ദിവസം ആശംസിക്കുന്നു. അശ്വതി, ഇന്ന് ഒരുപക്ഷെ നമ്മൾ ഒരു ദുഃഖം ഇങ്ങനെ ഉരുൾപൊട്ടിയിറങ്ങിയതിന് 30 ദിവസങ്ങളാണ്. ഈ 30 ദിവസത്തിൽ നമ്മൾ അനുഭവിച്ച കാര്യങ്ങൾ, അതിൽ നമ്മൾ എങ്ങനെയൊക്കെ അതിജീവിച്ചു, ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു അല്ലെ. ഇപ്പോഴും വയനാട് കയറിയിട്ടില്ല എങ്കിൽ പോലും നമ്മൾ അവരെ ഇങ്ങനെ ചേർത്ത് നിർത്തുന്നു. ആ ചേർത്ത് നിർത്തുന്ന പ്രത്യേക പ്രോഗ്രാമായി നമ്മൾ ക്യാമ്പയിൻ എന്ന രീതിയിൽ വയനാടിന് ഒപ്പം നിൽക്കുകയാണ്. ഇന്നത്തെ കുറെ മണിക്കൂറുകൾ വയനാടിനൊപ്പം നിൽക്കുകയാണ്. അതിനായി പ്രത്യേക സംഘവും വയനാട്ടിലുണ്ട്. ന്യൂസ് 18 ഉറപ്പായി. അപ്പോൾ നമുക്ക് വിശദമായ പുഞ്ചിരിമട്ടത്ത് നിന്ന് മാഞ്ഞ ചിരി അത് എവിടെ വരെ, ചൂരൽമലയിൽ വരെ എത്തിയെങ്കിൽ അത് എങ്ങനെയാണ് ഇപ്പോഴത്തെ അവസ്ഥ എന്നൊക്കെ നമുക്ക് ഇന്ന് വിശദമായി നോക്കാം. അത് 8 മണിക്ക് ആരംഭിക്കും. 8 മുതൽ 10 വരെ കണ്ടിന്യൂസ്ലി നിങ്ങൾക്ക് വയനാട്ടിൽ നിന്നുള്ള കാഴ്ചകൾ കാണാം. ഓക്കെ, മറ്റു വാർത്തകൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് അതിന്റെ തുടർച്ചയായി ഉണ്ടാകുന്ന മൊഴിയെടുക്കലുകൾ, അന്വേഷണ സംഘത്തിന്റെ നടപടികൾ അത് പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഏറ്റവും ഒടുവിലായി ജയസൂര്യക്കെതിരെ വീണ്ടും ഒരു കേസ് കൂടി വരുന്നു. അതെ, കേസെടുത്തിരിക്കുന്നു. കരമന പോലീസ് കേസെടുത്തു. അത് തൊടുപുഴയിലേക്ക് കൈമാറും എന്ന രീതിയിലുള്ള വാർത്തകൾ ഈ മണിക്കൂറിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായി വരുന്നു. ഒപ്പം MLA സ്ഥാനം രാജിവെക്കണം മുകേഷ് എന്ന ആവശ്യം അത് ശക്തമാവുകയാണ്. സംസ്ഥാന സെക്രട്ടേറിയറ്റ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം CPI നിലപാടെടുത്തു. മുന്നണിക്കുള്ളിൽ തന്നെ അങ്ങനെ ഒരു പ്രശ്നം മാത്രമല്ല, CPM ഉള്ളിലുണ്ട് ആവശ്യം. മുകേഷിനെ ഇത്രമാത്രം സംരക്ഷിക്കേണ്ടതില്ല എന്നുള്ളൊരു നിലപാട്. അതെന്ത് നിലപാട് അവർ സ്വീകരിക്കും? എന്തായാലും സമ്മർദ്ദം ശക്തമായി തുടരുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അതിലെന്ത് നടപടി ഉണ്ടാകുമെന്നുള്ളത് കൂടി നമുക്ക് നോക്കണം. ഒപ്പം സിദ്ദിഖിനെതിരെ അന്വേഷണത്തിന് തിരുവനന്തപുരം കേന്ദ്രീകരിച്ച് പ്രത്യേക സംഘത്തെ നിയോഗിച്ചിട്ടുണ്ട് എന്നാണ് അറിയുന്നത്. ജില്ലാ ക്രൈംബ്രാഞ്ചിനാണ് പ്രത്യേക ചുമതലയുള്ളത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങളും ഉണ്ടാകും. അപ്പൊ ഈ വാർത്തകളൊക്കെ വിശദമായി എത്തും. ഇനി 2 ബർത്ത്ഡേ കുട്ടികൾ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ബർത്ത്ഡേ വിഷ് ഉണ്ട്, അതിഥിയുണ്ട്. അപ്പോൾ ഇവരെല്ലാം ചേർത്ത് അശ്വതി ഗംഭീരമാക്കും. ഇതിനിടയ്ക്ക് ഞാനൊന്ന് മുങ്ങും കേട്ടോ. വേറൊന്നുമല്ല, നമുക്ക് ഈ 8 മണിക്ക് ആ വയനാട് പ്രത്യേക ക്യാമ്പയിൻ ഉണ്ടല്ലോ. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ചില വാർത്തകൾ തേടി പോകുന്നതാണ്. തീർച്ചയായും. അപ്പൊ നമുക്ക് എന്തായാലും ആദ്യത്തെ വാർത്തയിലേക്ക് നമുക്ക് പോകാം. ഹേമ കമ്മിറ്റി തന്നെയാണ്, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട വാർത്ത തന്നെയാണ്. ബലാത്സംഗ കുറ്റം ചുമത്തിയ കൊല്ലം MLA മുകേഷിന്റെ രാജിക്കായി സമ്മർദ്ദം ഏറുന്നതിനിടെ CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം ഇന്ന് ചേരുകയാണ്. ധാർമ്മികത മുൻനിർത്തി മുകേഷ് മാറി നിൽക്കണമെന്നാണ് CPI നിലപാട്. ഇക്കാര്യം CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം മുഖ്യമന്ത്രിയെ കണ്ട് അറിയിച്ചിരുന്നു. സമാന കേസുകളിൽ പ്രതികളായ കോൺഗ്രസ് MLA-മാർ രാജിവെച്ചിട്ടില്ലെന്ന നിലപാടാണ് CPM നേതാക്കൾ പ്രതികരിച്ചത്. മുകേഷിന്റെ രാജി ആവശ്യപ്പെട്ട് പ്രതിഷേധം ശക്തമാക്കാനാണ് പ്രതിപക്ഷ സംഘടനകളുടെ തീരുമാനം. അതിനിടെ നടൻ ജയസൂര്യക്കെതിരെ ഒരു കേസ് കൂടി രജിസ്റ്റർ ചെയ്തു. തൊടുപുഴയിലെ ലൊക്കേഷനിൽ വെച്ച് ലൈംഗികാതിക്രമം നടത്തിയതിന് തിരുവനന്തപുരത്ത് നടി നൽകിയ പരാതിയിലാണ് കരമന പോലീസ് കേസെടുത്തത്. എറണാകുളം സ്വദേശിയായ നടി 7 പേർക്കെതിരെ നൽകിയ പരാതികളിൽ നടപടി പുരോഗമിക്കുകയാണ്. വാർത്തയുടെ വിവരങ്ങളുമായി VV വിനോദും കൊച്ചിയിൽ നിന്നും ഡാനിപ്പോളും ചേരും. ആദ്യം നമുക്ക് വിനോദിലേക്ക് പോകാം. വിനോദ്, ഏറ്റവും ഒടുവിൽ ഇപ്പോൾ വന്നിരിക്കുന്നത് ജയസൂര്യക്കെതിരെ ലൊക്കേഷനിൽ മോശമായി പെരുമാറിയെന്ന പരാതി തിരുവനന്തപുരത്ത് ഒരു നടി കൊടുത്തിരിക്കുകയാണ്. പോലീസ് കേസെടുത്തിരിക്കുന്നു എന്നറിയുന്നത്. എന്തൊക്കെയാണ് വിവരങ്ങൾ? ഗുഡ് മോർണിംഗ്. ശ്രുതി, ഗുഡ് മോർണിംഗ്. എൽദോ, ഗുഡ് മോർണിംഗ്. ഇപ്പോൾ ഏറ്റവും ഈ പീഡന പരാതികളുമായി ബന്ധപ്പെട്ടുള്ള പുതിയ വിവരം, ജയസൂര്യക്കെതിരെ ഒരു കേസ് കൂടി വന്നിരിക്കുന്നു എന്നാണ്. തിരുവനന്തപുരം കരമന പോലീസാണ് കേസ് എടുത്തിട്ടുള്ളത്. നേരത്തെ തന്നെ തിരുവനന്തപുരത്തുള്ള നടി ഈ നടത്തിയ വെളിപ്പെടുത്തൽ, തൊടുപുഴയിലെ ഷൂട്ടിംഗ് ലൊക്കേഷനിൽ വെച്ച് തനിക്കെതിരെ ലൈംഗിക അതിക്രമം ഉണ്ടായി എന്ന പരാതി ന്യൂസ് 18-ലൂടെയാണ് ആദ്യത്തെ ആ വെളിപ്പെടുത്തൽ ഉണ്ടാകുന്നത്. ആ വെളിപ്പെടുത്തലിന്റെ അടിസ്ഥാനത്തിൽ നൽകിയ പരാതി തുടർന്ന് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ നടപടിയായാണ് ഈ കേസ് രജിസ്റ്റർ ചെയ്യപ്പെട്ടത്. ഐശ്വര്യ ഡോങ്റെ, ഈ സംഘത്തിലുള്ള IPS ഉദ്യോഗസ്ഥയാണ്. ഐശ്വര്യ ഡോങ്റെ ആയിരിക്കും ഈ പരാതിയിൽ ഈ FIR രേഖപ്പെടുത്തുമ്പോൾ ഇനിയുള്ള നടപടികൾക്ക് നേതൃത്വം നൽകുക. അതേസമയം സിദ്ദിഖിന്റെ പരാതിയുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ ഒരു പ്രത്യേക അന്വേഷണ സംഘത്തിന് കൂടി രൂപം നൽകിയിട്ടുണ്ട്. ജില്ലാ ക്രൈംബ്രാഞ്ച് ആയിരിക്കും ആ കേസ് അന്വേഷിക്കുക. നമുക്ക് ജയസൂര്യയുടെ കാര്യത്തിലേക്ക് വന്നാൽ, ജയസൂര്യ രണ്ടാമതൊരു പരാതിയിൽ കൂടി ഉൾപ്പെടുകയാണ്. നേരത്തെ കൊച്ചിയിലെ നടി അവർ നൽകിയ പരാതിയുണ്ട്. ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ കേസെടുത്തിരുന്നു. ഇപ്പോൾ വീണ്ടും ഒരു കേസ് കൂടി ജയസൂര്യക്കെതിരെ വരുന്നു. ജയസൂര്യ അമേരിക്കയിൽ തുടരുകയാണ്. ജയസൂര്യ നാട്ടിലേക്ക് എത്തുന്ന കാര്യത്തിൽ ഇതുവരെ തീരുമാനമായിട്ടില്ല. ഒരുപക്ഷെ ഇവിടുത്തെ നിയമപരമായ കാര്യങ്ങൾ കൂടുതൽ മനസ്സിലാക്കിയ ശേഷം നാട്ടിലേക്ക് എത്തും എന്ന വിവരമാണ് നൽകുന്നത്. അമേരിക്കയിൽ എന്ന വിവരമാണ് നമുക്ക് അദ്ദേഹവുമായി അടുത്ത കേന്ദ്രങ്ങൾ നൽകുന്ന വിവരം. ജയസൂര്യ 2 പരാതിയിലും സമാനമായ രീതിയിലാണ് ജയസൂര്യയുടെ പെരുമാറ്റം എന്നത് ഇവിടെ നമ്മൾ കാണേണ്ട ഒരു കാര്യമുണ്ട്. ശുചിമുറിയിൽ പോയി മടങ്ങി വരുന്ന സമയത്ത് തന്നെ കയറിപ്പിടിച്ച് ബലമായി ചുംബിച്ചു എന്നാണ്
കൊച്ചിയിലെ നടി നൽകിയ പരാതി തിരുവനന്തപുരത്തും സമാനമായ രീതിയിൽ, അല്ലെങ്കിൽ തിരുവനന്തപുരത്തെ നടി പറഞ്ഞത് സമാനമായ രീതിയിൽ തന്നെയാണ്. തൊടുപുഴയിലെ ലൊക്കേഷനിൽ ഇത്തരത്തിൽ ശുചിമുറിയിൽ പോയി വരുന്ന വഴിക്കാണ് ജയസൂര്യയിൽ നിന്ന് മോശം പെരുമാറ്റമുണ്ടായത്, തന്നെ കയറി പിടിച്ചു എന്ന വിവരം. കൊച്ചിയിലെ നടിക്ക് ഈ അനുഭവം ഉണ്ടായത് സെക്രട്ടേറിയറ്റിനുള്ളിൽ വെച്ചാണെന്ന് അവർ പറയുകയും ചെയ്തു. ബാലചന്ദ്ര മേനോൻ സംവിധാനം ചെയ്ത സിനിമയിലാണ് ഇത്തരത്തിൽ ജയസൂര്യയുടെ ഭാഗത്ത് നിന്ന് മോശം പെരുമാറ്റമുണ്ടായത്. ഏതായിരുന്നാലും ഈ രണ്ട് പരാതികളും ഒരേ സമാന സ്വഭാവത്തിലുള്ള പരാതികളാണ്. തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിൽ ഉൾപ്പെടെ തെളിവെടുപ്പ് നടക്കും. ഈ കരമന പോലീസ് ഇപ്പോൾ രജിസ്റ്റർ ചെയ്തിട്ടുള്ള പരാതി അത് തൊടുപുഴയിലേക്ക് കൈമാറും. അവിടെയായിരിക്കും തുടർന്നുള്ള അന്വേഷണം നടത്തുക. കഴിഞ്ഞ ദിവസം നടൻ സിദ്ദിഖ് തിരുവനന്തപുരത്ത് വഞ്ചൂർ കോടതിയെ സമീപിച്ചിരുന്നു. യുവനടി നൽകിയ പരാതിയുണ്ട്. മസ്കറ്റ് ഹോട്ടലിൽ പീഡിപ്പിച്ചു, ക്രൂരമായ പീഡനത്തിനിരയാക്കി എന്നാണ് യുവനടിയുടെ പരാതി ഉണ്ടായിരുന്നത്. ഇതിലെ മൊഴിയുടെ വിശദാംശങ്ങളും അതോടൊപ്പം തന്നെ എഫ്ഐആറിന്റെ പകർപ്പും ആവശ്യപ്പെട്ടാണ് സിദ്ദിഖ് കോടതിയെ സമീപിച്ചിട്ടുള്ളത്. വളരെ നിർണായകമായ ദിവസങ്ങളിലൂടെയാണ് ഈ പരാതിയും അന്വേഷണവും കടന്നു പോകുന്നത്. വളരെ വേഗത്തിലുള്ള നടപടികൾ പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നു. തെളിവുകൾ ശേഖരിക്കുന്നുണ്ട്. പല കോണിൽ നിന്നായി ഈ നടന്മാരുടെ അറസ്റ്റിന് വേണ്ടിയുള്ള മുറവിളി ഉയരുന്നുണ്ട്. എന്തുകൊണ്ട് നേരത്തെ നടി ആക്രമിക്കപ്പെട്ടപ്പോൾ നേരിട്ട് ഈ കൃത്യത്തിൽ പങ്കെടുക്കാതിരുന്ന ദിലീപിനെ അറസ്റ്റ് ചെയ്തു, പേര് വെളിപ്പെടുത്തുന്നതിന് തടസ്സമുണ്ടായില്ല. ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ എന്തിനാണ് പേരുകൾ മറച്ചു വെക്കുന്നത്? പ്രത്യേകിച്ച് ഹേമ കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട കാര്യത്തിലൊക്കെയാണ് പൊതുവിൽ വിമർശനം പൊതുസമൂഹത്തിൽ നിന്ന് ഉയർന്നു വരുന്നത്. മുകേഷിനെ സംബന്ധിച്ചും ഇന്ന് വളരെ നിർണായകമായ ദിവസമാണ്. CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം ചേരുന്നുണ്ട്. ഇതിൽ മുകേഷിനെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ ചർച്ചയ്ക്ക് വരും എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. മാത്രമല്ല മുകേഷിനെതിരെയുള്ള പരാതിക്കാരി ഉറച്ചു നിൽക്കുകയും ചെയ്യുന്നു. വിനോദ്, ഈ അതിനിടെ മറ്റൊരു പ്രധാനപ്പെട്ട പ്രശ്നം ഈ മുകേഷിനെ സമ്മർദ്ദത്തിലാക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ടല്ലോ. ഇന്നിപ്പോൾ CPMന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് ചേരുന്നു. CPIയുടെ സമ്മർദ്ദമുണ്ട്. അതിനൊപ്പം തന്നെ പാർട്ടിക്കുള്ളിലും ചില മുറുമുറുപ്പുകൾ. ഇത്രമാത്രം മുകേഷിനെ സംരക്ഷിക്കേണ്ടതുണ്ടോ എന്നുള്ള ചോദ്യമുണ്ടല്ലോ. അപ്പോൾ ഈ CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് ഏത് തരത്തിലുള്ള തീരുമാനത്തിലേക്ക് പോകും? മുകേഷിനെ പിന്തുണയ്ക്കാം എന്നുള്ള നിലപാടിൽ ഉറച്ചു നിൽക്കുമോ? CPIയിലും ഈ വിഷയത്തിൽ ഭിന്നതയുണ്ട്. അതെ അതെ. കഴിഞ്ഞ ദിവസം EP ജയരാജന്റെ പ്രതികരണം നമ്മൾ തേടിയിരുന്നു. ഏറ്റവും മുതിർന്ന CPM നേതാവാണ്, മുന്നണി കൺവീനറാണ്. അദ്ദേഹം പറഞ്ഞത് മുകേഷിന്റെ രാജിയെക്കുറിച്ച് ഇപ്പോൾ ചർച്ച ചെയ്യേണ്ടതില്ല എന്നതാണ്. അത് CPMന്റെ ഒരു പൊതു നിലപാടായി തന്നെയാണ്, അല്ലെങ്കിൽ നേതൃത്വത്തിന്റെ ഒരു പൊതു നിലപാടായി തന്നെയാണ് നമ്മൾ കാണേണ്ടത്. മുകേഷ് രാജിവെക്കേണ്ടതില്ല എന്നൊരു സമീപനം തന്നെയാണ് CPM സംസ്ഥാന നേതൃത്വത്തിനുള്ളത്, പ്രധാനപ്പെട്ട നേതാക്കൾക്കുള്ളത്. അതേസമയം പാർട്ടിക്കുള്ളിൽ വ്യത്യസ്ത അഭിപ്രായങ്ങളുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. പക്ഷേ പ്രധാനമായും നേതൃത്വത്തിന്റെ ഒരു നിലപാട് തന്നെയായിരിക്കും ഇവിടെ പ്രധാനപ്പെട്ട ഒന്നായി മാറുക. അതേസമയം CPIയിൽ വ്യത്യസ്ത അഭിപ്രായം, അല്ലെങ്കിൽ പരസ്യമായി തന്നെ പ്രമുഖ നേതാക്കൾ മുകേഷിന്റെ രാജി ആവശ്യപ്പെടുന്ന സാഹചര്യം CPIയുടെ നേതൃയോഗം കഴിഞ്ഞ ദിവസം ഉണ്ടായിരുന്നു. ഈ നേതൃയോഗത്തിന്റെ തീരുമാനവും മുകേഷ് മാറി നിൽക്കണം എന്ന നിലയ്ക്ക് തന്നെയായിരുന്നു. ആനി രാജയും പ്രകാശ് ബാബു അടക്കമുള്ള നേതാക്കൾ അതിനു മുൻപ് തന്നെ പരസ്യമായി മുകേഷിനെതിരെ രംഗത്ത് വരികയും ചെയ്തിരുന്നു. പാർട്ടി സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം മാത്രമാണ് ഈ ചർച്ച ചെയ്ത്, അതും അദ്ദേഹം മുകേഷിനെ സംരക്ഷിക്കുന്ന ഒരു നിലപാടിലേക്ക് പോയില്ല, എന്നാൽ ഒരു സാവകാശത്തിന്റെ സാധ്യത അത് തുറന്നിടുന്നതായിരുന്നു അദ്ദേഹത്തിന്റെ വാക്കുകൾ. എന്നാൽ അതിനപ്പുറത്തേക്ക് പാർട്ടി മുകേഷ് മാറി നിൽക്കണം എന്ന് തന്നെ ഉള്ള ഒരു നിലപാടെടുക്കുന്നു. CPMനെ സംബന്ധിച്ച് മുകേഷിനെ ഈ സമയം വരെ പ്രതിരോധിക്കുന്നത് M വിൻസെന്റ്, അതോടൊപ്പം തന്നെ ഈ കോൺഗ്രസിന്റെ MLA മാർ, ഈ തരത്തിൽ എൽദോസ് കുന്നപ്പള്ളി, ഈ രണ്ട് MLA മാർ, ഇവർ രണ്ടുപേർക്കെതിരെയും നേരത്തെ ഈ ആരോപണങ്ങൾ ഉയർന്നു വന്നപ്പോൾ ഇവർ രണ്ടുപേരും രാജിവെച്ചില്ല. അതുകൊണ്ട് തന്നെ മുകേഷ് രാജിവെക്കേണ്ടതില്ല എന്ന ഒരു നിലപാടാണ് ഇപ്പോൾ CPM നേതൃത്വം കൈക്കൊണ്ടിട്ടുള്ളത്. പക്ഷേ ഈ തരത്തിൽ ഗുരുതരമായ ആരോപണങ്ങൾ തുടരെ പല ഭാഗത്തു നിന്നായ ആരോപണങ്ങൾ, ഇതിനു മുൻപ് മുകേഷ് ആരോപണങ്ങൾ നേരിട്ട സാഹചര്യം, അങ്ങനെയെങ്കിൽ ഒരാൾക്കെതിരെ മാത്രം എന്തുകൊണ്ട് ഇത്തരം ആരോപണങ്ങൾ വരുന്നു എന്ന് തന്നെയാണ് പ്രധാനപ്പെട്ട ചോദ്യമായി വരുന്നത്. മാത്രമല്ല കൊല്ലം CPM ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗം, അല്ലെങ്കിൽ ജില്ലാ സെക്രട്ടേറിയറ്റിന്റെ ഒരു വിലയിരുത്തലായി വന്നത് മുകേഷിനെതിരെയുള്ള ഇപ്പോഴത്തെ പോലീസ് നടപടികൾ പാർട്ടിക്ക് അവമതി ഉണ്ടാക്കുന്നു എന്ന് തന്നെയാണ്. അതായത് കൊല്ലത്ത് പാർട്ടി നേതാക്കൾക്ക് മുകേഷിന്റെ ചെയ്തികളോട് വിയോജിപ്പുണ്ട്. എന്നാലും ഈ വിനോദ് സൂചിപ്പിച്ചതുപോലെ എങ്ങനെയാണ് ഇതിനെ കൈകാര്യം ചെയ്യുക എന്നുള്ളത് നമുക്ക് കാത്തിരിക്കണം. ഇപ്പോൾ ഇന്നലെ EP ജയരാജന്റെ നിലപാട് തന്നെയായിരിക്കും എന്നുള്ളതാണ് അറിയേണ്ടത്. പക്ഷെ ഇന്നലെ EP യുടെ വാർത്താ ചോദ്യങ്ങളോട്, മാധ്യമപ്രവർത്തക ചോദ്യങ്ങൾക്ക് പുള്ളി അത്ര
ഈസി അതെ, ആയിട്ട് കൈകാര്യം ചെയ്തു. ഒന്ന് മുകേഷ് അങ്ങനെ ഇറങ്ങുകയാണെങ്കിൽ കൊല്ലം പിടിക്കാൻ ഇനി ആകുമോ എന്നുള്ള ഒരു വലിയ ചർച്ച അത് അവരുടെ ഇതിൽ നടക്കുന്നത് പ്രതിസന്ധി ഉണ്ട്. അതെ, മറ്റൊന്ന് കോൺഗ്രസ് MLA മാർ ഇത്തരത്തിലൊരു സാഹചര്യം വന്നപ്പോൾ അവരെങ്ങനെ കൈകാര്യം ചെയ്തു, അതുപോലെ തന്നെ ഞങ്ങൾക്കും പറ്റുള്ളൂ എന്നുള്ള ആവർത്തിച്ചുള്ള പ്രതികരണം, അതാണ് നമ്മൾ ഇന്നലെ കണ്ടത്. അപ്പൊ നമ്മൾ ഇനി ഡാനി പോളിലേക്ക് പോകുന്നല്ലേ. അപ്പോൾ ഡാനി, ഗുഡ് മോർണിംഗ്. കൊച്ചിയിൽ ഡാനി ചേരുന്നുണ്ട്. കൊച്ചിയിൽ എറണാകുളം സ്വദേശിയായിട്ട് നടിയുടെ 7 പേർക്കെതിരായിട്ടുള്ള പരാതിയിൽ അവിടെ നടപടി പുരോഗമിക്കുകയാണ്. ഡാനി, ഇന്നലെ ബലാത്സംഗം ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചുമത്തി, ജാമ്യമില്ലാ വകുപ്പുകൾ ചുമത്തി കേസ് രജിസ്റ്റർ ചെയ്തിരുന്നു. ഇനി എന്താണ് ഇപ്പോൾ ഇന്നത്തെ നടപടികൾ? എന്താണ് മൊഴിയെടുക്കൽ? അത് പൂർത്തിയാകുന്നുണ്ടോ? ഗുഡ് മോർണിംഗ്. ഇതിൽ ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇനിയുള്ള ഒരു നടപടികൾ എന്ന് പറയുന്നത് ഇവരുടെ ഈ രഹസ്യമൊഴി രേഖപ്പെടുത്തലാണ്, പരാതിക്കാരുടെ രഹസ്യമൊഴി രേഖപ്പെടുത്തലാണ്. അത് അവരോട് തയ്യാറായിരിക്കുക എന്ന സന്ദേശം തന്നെയാണ് ഇന്നലെയും നൽകിയത്. അത് ഏത് സമയത്തും ഉണ്ടാകാം. കാരണം കോടതിയിൽ നിന്ന് ഒരു അനുമതി ലഭിക്കുന്ന, അവിടെ നിന്ന് ആ സമയം ലഭിക്കുന്നു. കാരണം ഇത് കുറച്ച് സമയം വേണ്ടി വരുന്നതാണ് പൂർണ്ണമായും തന്നെ മൊഴി രേഖപ്പെടുത്തുക. അപ്പോൾ ആ നടപടിക്രമങ്ങളെല്ലാം തന്നെ ബാധിക്കുന്നത് കൊണ്ട് തന്നെ പൂർണ്ണമായും ഇവർ ആ കോടതിയുടെ ഒരു സമയം കൂടി സജ്ജമാക്കിയതിനു ശേഷം വരുന്ന ഒരു മണിക്കൂറിൽ തന്നെ അതിന്റെ ഒരു അപ്ഡേഷൻ ഉണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അവരുടെ രഹസ്യമൊഴി ഉടൻ തന്നെ രേഖപ്പെടുത്തും എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതോടൊപ്പം തന്നെയാണ് മറ്റ് നടന്മാരുടെ ഒരു കാര്യം. ഇന്നലെ മുകേഷ് അറസ്റ്റിന് 5 ദിവസത്തേക്ക് ഒരു തടയിടൽ നേടിയിരുന്നു, താൽക്കാലികമായ ഒരു ആശ്വാസം എന്ന രീതിയിൽ തന്നെ നേടിയിരുന്നു. ഇതേ വഴി തന്നെയാണ് മറ്റ് നടന്മാരും സ്വീകരിച്ചിട്ടുള്ളത് എന്നാണ് അറിയാനായിട്ട് കഴിയുന്നത്. സിദ്ദിഖ കോടതിയിൽ നിന്ന് ഇതിന്റെ FIRന്റെ പകർപ്പും മറ്റു വിശദാംശങ്ങളും ആവശ്യപ്പെട്ടിരിക്കുന്നു. അതോടൊപ്പം തന്നെ മറ്റ് നടന്മാരും തന്നെ ഈ ആരോപണ വിധേയരായവർ തന്നെയും ഈ രീതിയിലേക്ക്, നിയമത്തിന്റെ വഴിയിലേക്ക്, അതിൽ നിന്നൊരു പരിരക്ഷ നേടുന്നതിന് വേണ്ടി താൽക്കാലികമായെങ്കിലും ആ രീതിയിലേക്ക് നീങ്ങുന്നു എന്ന സൂചനകൾ തന്നെയാണ് ലഭിക്കുന്നത്. ഒപ്പം ഇതിൽ കൊച്ചിയിലെ യുവനടിയുടെ പരാതിയിൽ അവസാനമായി രജിസ്റ്റർ ചെയ്തിരിക്കുന്ന പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവിന്റെ വിച്ചുവിനെതിരെയുള്ള കേസിൽ അത് അയാൾക്കെതിരെ സ്റ്റേഷൻ ജാമ്യം ലഭിക്കാവുന്ന കുറ്റങ്ങളെ ചാർജ് ചെയ്തിട്ടുള്ളൂ എന്നാണ് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. പക്ഷേ അയാൾ പോലീസ് സ്റ്റേഷനിൽ ഹാജരാകാനുള്ള ഒരു സാധ്യതയുണ്ട്. മറ്റുള്ളവർക്കെതിരെയാണ് കൂടുതൽ ഗുരുതരമായ വകുപ്പുകളുള്ളത്. 7 പേരിൽ ഒരാൾക്കെതിരെയാണ് ചെറിയ രീതിയിലുള്ള വകുപ്പുകളുള്ളത്. വാട്സപ്പിൽ സന്ദേശം അയക്കുന്നത് അടക്കമുള്ള കാര്യങ്ങൾ മാത്രമേ അയാളിലേക്ക് വന്നിട്ടുള്ളൂ. അതുകൊണ്ട് കോടതിയിൽ പോലീസ് സ്റ്റേഷനിൽ ഹാജരായി സ്റ്റേഷൻ ജാമ്യം നേടാനുള്ള ഒരു സാധ്യത വളരെ സജീവമായിട്ട് തന്നെ നിലനിൽക്കുകയും ചെയ്യുന്നുണ്ട്. ഒപ്പം രഞ്ജിത്തിന് എതിരായ കേസിൽ അതിന്റെ തുടർ നടപടികൾ പുരോഗമിക്കുന്നുണ്ട്. ഇന്നലെ ഡോക്യുമെന്ററി സംവിധായകൻ ജോസഫിന്റെ മൊഴി വിശദമായിട്ട് തന്നെ രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം ഈ കൊച്ചിയിലെ രഞ്ജിത്തിന്റെ ഫ്ളാറ്റിൽ പരിശോധന നടത്താനുള്ള ഒരു സാധ്യത കൂടി ഇന്നുണ്ട്. തെളിവെടുപ്പിന്റെ ഭാഗമായിട്ട് മറ്റും അവിടെ ഒരു പരിശോധന നടത്താനുള്ള ഒരു സാധ്യത കൂടി നിലനിൽക്കുന്നുണ്ട്. അത്തരം നടപടികൾ കൂടി അന്വേഷണ സംഘത്തിന്റെ നേതൃത്വത്തിൽ മുന്നോട്ട് പോവുകയാണ്. എന്തായാലും ഇപ്പോൾ എടുത്തിരിക്കുന്ന കേസിൽ കൂടുതൽ ആധികാരികത വരുത്തിക്കൊണ്ട് മുന്നോട്ട് പോകാനാണ്. ഡാനി, രഞ്ജിത്തിന്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ നേരത്തെ നമുക്കറിയാം ബംഗാളി നടി അവർ പറഞ്ഞിരുന്നത് എനിക്ക് കേസും നൂലാമാലകളുമായി പോകാൻ താല്പര്യമില്ല, ഞാൻ പറയേണ്ടത് പറഞ്ഞു, എന്നോട് മിസ്ബിഹേവ് ചെയ്തു എന്നുള്ളത് സത്യമാണ്, പക്ഷെ അത് ഒരു മൊഴിയായി രേഖപ്പെടുത്തി കേസുമായി പോകാൻ താല്പര്യമില്ല എന്നാണ് പറഞ്ഞത്. പക്ഷെ ഇപ്പോൾ മൊഴി എടുത്തിരിക്കുന്നു, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുമായി അന്വേഷണ സംഘം മുന്നോട്ട് പോകുന്നു എന്ന് പറയുന്നത്, അതിന്റെ കൂടുതൽ വിശദാംശങ്ങൾ എങ്ങനെയാണ്? അവർ ഇനിയിപ്പം കേസ് അല്ലെങ്കിൽ മൊഴി കൊടുത്തേ മതിയാകൂ എന്ന അവസ്ഥയിലേക്ക് എത്തിയിരിക്കുകയാണോ? കേസുമായി സഹകരിക്കേണ്ടി വരും അല്ലെ? കേസുമായി സഹകരിക്കേണ്ടി വരും. കാരണം ഇങ്ങനെ ഈ രീതിയിൽ താൻ പരാതി പറഞ്ഞു, ഇനി അതില്ല എന്ന് അവർ പറയുമ്പോഴും അത് ഇവിടെ ഉണ്ടാക്കിയിരിക്കുന്ന പ്രത്യാഘാതങ്ങൾ വളരെ തീവ്രമാണ്. അതിൽ മറ്റു സംശയങ്ങളൊന്നുമില്ല. അത് അവർക്ക് തന്നെയും ബോധ്യപ്പെടുന്നുണ്ട്. അപ്പോൾ അത്തരം കാര്യങ്ങളിൽ നിന്ന് അവർക്ക് ഒരു പരിധിവരെയും മാത്രമേ മാറി നിൽക്കാൻ കഴിയുകയുള്ളൂ. അതുകൊണ്ടാണ് നിലവിൽ അവരുടെ മൊഴിയടക്കം രേഖപ്പെടുത്തിയിരിക്കുന്നത്. വിശദമായ മൊഴിയെടുപ്പിന് അന്വേഷണ സംഘം ബംഗാളിലേക്ക് പോകും എന്ന് തന്നെ, കൊൽക്കത്തയ്ക്ക് പോകും എന്ന് തന്നെയാണ് ഈ നിമിഷം വരെ നമുക്ക് അറിയാനായിട്ട് സാധിക്കുന്നത്. കാരണം സർക്കാർ ഇതിനെ വളരെ സീരിയസ് ആയ ഒരു കേസായിട്ട് കാണുന്നു. അതുകൊണ്ട് തന്നെയാണ് അന്വേഷണ സംഘത്തെ രൂപീകരിക്കുകയും അതുമായി മുന്നോട്ട് പോകാൻ തീരുമാനിക്കുകയും ചെയ്തത്. അതിൽ വളരെ നിർണായകമാണ് ഈ കേസ് എന്ന് പറയുന്നത്. കാരണം ഇതിലെ വലിയ വാദങ്ങളിലേക്ക് കടക്കുന്നത് ഈ ഒരു രഞ്ജിത്തിന്റെ കേസ് തൊട്ടാണ് അവിടെ നിന്ന് അങ്ങോട്ട് പോകുന്നത്.
അപ്പോൾ അത് ഒരു ചെറിയ സംഭവമായിട്ട് തന്നെ സംസ്ഥാന സർക്കാർ കാണുന്നില്ല. അതിൽ കൃത്യമായ രീതിയിലുള്ള ഇടപെടലുകൾ വേണം, കൃത്യമായ രീതിയിലുള്ള ഒരു അന്വേഷണം വേണമെന്ന് തന്നെ നിർബന്ധമുണ്ട്. പ്രത്യേകിച്ച് രഞ്ജിത്ത് സംസ്ഥാന സർക്കാരിന്റെ ഒരു ബോർഡിന്റെ തന്നെ ഉന്നത സ്ഥാനം കൈയാളുന്ന ഒരാളായിരുന്നു. അത് രാജിവെക്കേണ്ടി വരുന്ന സാഹചര്യത്തിലേക്ക് അടക്കം നീങ്ങുകയും ചെയ്യുന്നു. അപ്പോൾ അത് സർക്കാരിന്റെ പ്രതിച്ഛായ തന്നെ ബാധിച്ചൊരു കാര്യമായതുകൊണ്ട് ആ കേസിൽ ഒരു വിട്ടുവീഴ്ചയിലേക്ക് പോകുമോ എന്ന കാര്യത്തിൽ സംശയമുണ്ട്. അതുകൊണ്ട് അവരെ മൊഴി ഏതായാലും നേരിട്ട് രേഖപ്പെടുത്താൻ തന്നെയാണ് സാധാരണ സംഘം അത് തന്നെയാണ് ഉദ്ദേശിക്കുകയും ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഈ തുടർ നടപടികളിലേക്ക് പോകുന്നത്. ഇപ്പോൾ ഡോക്യുമെന്ററി സംവിധായകൻ ജോസി ജോസഫിന്റെ മൊഴിയെടുക്കുകയും ചെയ്തു. അതോടൊപ്പം തന്നെ അവരുമായി ഇവിടെ സഹകരിച്ചിരുന്ന അവർ ഈ വിവരങ്ങൾ അവർ മറ്റു പലരോടും ഇവിടെ പറഞ്ഞിട്ടുണ്ട്. അവർ പലപ്പോഴും അത് വെളിപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. ഈ വിവരങ്ങൾ ശ്രീലേഖമിത്ര തങ്ങളോടും ഈ വിഷയങ്ങൾ പറഞ്ഞതാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവരിൽ നിന്നുകൂടി ഈ അന്വേഷണ സംഘം മൊഴിയെടുക്കുന്നുണ്ട്. ഈ ദിവസങ്ങളിൽ ആ മൊഴിയെടുപ്പും പൂർണ്ണമാകും. ഇതെല്ലാം പൂർത്തിയായതിനു ശേഷമായിരിക്കും ബംഗാളി നടിയുടെ ഇവിടേക്ക് എത്തുന്നത്. അവരെ നേരിട്ടുള്ള മൊഴിയെടുക്കാനായിട്ട് അന്വേഷണ സംഘം പോവുകയും ചെയ്യുന്നത്. അതിന് മുന്നോടിയായി ഇവിടെയുള്ള കാര്യങ്ങൾ പൂർത്തിയാക്കുകയും. ശരി ഡാനി, ഒരു കാര്യം കൂടി, ഈ നമ്മൾ ഈ അമ്മ എന്ന സംഘടനയെ പറ്റി ഇപ്പോൾ സംസാരിച്ചിട്ട് കുറച്ചായി. അതിന് വലിയ പ്രശ്നങ്ങളുണ്ട് അവിടെ, വലിയ ഭിന്നത, കൂട്ടരാജി. ഇനി എന്താണ് എന്നുള്ളതിൽ എന്തെങ്കിലും ഒരു തീരുമാനത്തിലേക്കോ നടപടിയിലേക്കൊക്കെ പോകുന്നുണ്ടോ അവർ? എൽദോ, നിലവിൽ മറ്റൊരു തീരുമാനത്തിലേക്കും അവർ പോകുന്നില്ല. കാരണം ഇതിപ്പോഴുള്ള ഈ ഒരു വലിയ കൊടുങ്കാറ്റ് അതിൽ ആരൊക്കെ വീഴും എന്നത് മാത്രമാണ് അവര് ആശയക്കുഴപ്പത്തിലാക്കുന്നത്. കാരണം ആരെയും ഇപ്പോൾ ഒരു നേതൃത്വത്തിലേക്ക് ചൂണ്ടിക്കാട്ടാനോ അല്ലെങ്കിൽ ആരെങ്കിലും നേതൃത്വത്തിലേക്ക് കടന്നു വരാനോ തയ്യാറാകാത്തൊരവസ്ഥ അമ്മയിൽ ഉണ്ട് എന്നത് പരമമായ സത്യമാണ്. അതുകൊണ്ട് തന്നെയും നിലവിലുള്ളൊരു അഡ്ഹോക് കമ്മിറ്റി അതൊരു താൽക്കാലിക സംവിധാനം എന്ന രീതിയിൽ മറ്റ് ദൈനംദിന പ്രവർത്തനങ്ങൾ അടക്കം നടത്തിക്കൊണ്ടു പോകുന്നതിനൊരു സംവിധാനം എന്ന രീതിയിൽ തന്നെ മുന്നോട്ട് പോകാൻ തന്നെയാണ് സാധ്യതയുള്ളത്. ഉടനെയെങ്ങും ഒരു വലിയ ചർച്ചയിലേക്ക് നീങ്ങുന്ന രീതിയിലേക്ക് പുനഃസംഘടനയോ അല്ലെങ്കിൽ പുതിയ ഭാരവാഹിത്വങ്ങളിലേക്കോ കടക്കാനുള്ള ഒരു ചർച്ചകളിലേക്ക് പോലും കടക്കാനുള്ളൊരു പ്രാണി ഇപ്പോൾ ആ സംഘടനയ്ക്കില്ല എന്ന് തന്നെയാണ് അറിയുന്നത്. ഒന്നുകിൽ പരസ്യമായ പ്രതിഷേധങ്ങൾ അതിശക്തമാകുന്ന ഒരു സാഹചര്യമുണ്ട്. കാരണം അമ്മയുടെ കൊച്ചിയിലെ ഓഫീസിന് മുന്നിൽ ഭൂരിഭാഗം ദിവസങ്ങളിലും തന്നെ ഈ ദിവസങ്ങളിലെല്ലാം തന്നെയും വിവിധ സംഘടനകളുടെ പ്രതിഷേധം അടക്കമുള്ള പരിപാടികൾ നടക്കുന്നുണ്ട്. അപ്പോൾ സംഘടനയ്ക്കെതിരെ പ്രതിഷേധം അതിശക്തമാണ്. ഒപ്പം അവർ ഉന്നത സ്ഥാനങ്ങളിൽ ഇരിക്കുന്നവർ ഇതുവരെയും ഒരു പ്രതികരണം പോലും നടത്തിയിട്ടില്ല. വലിയ നടന്മാരടക്കം ഒരു പ്രതികരണത്തിലേക്കും വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെയും അവർക്കെതിരെ ഒരു സമൂഹ മാധ്യമങ്ങളിലടക്കം വലിയ പ്രതിഷേധങ്ങൾ ഉയരുന്ന സാഹചര്യങ്ങൾ കൂടിയുണ്ട്. അതായത് ഈ ഒരു ഘട്ടത്തിൽ അതിന്റെ ഒരു പുനഃസംഘാടനം സംബന്ധിയായ കാര്യങ്ങളിലേക്ക് കടക്കാൻ മാത്രമുള്ള ഒരു ആത്മവിശ്വാസത്തിലേക്ക് സംഘടന എത്തിയിട്ടില്ല എന്ന് തന്നെയാണ് കരുതുന്നത്. അതുകൊണ്ട് ഈ നിലവിലുള്ള സംവിധാനം തുടർന്നുകൊണ്ട് പോവുക എന്നത് മാത്രമാണ് ഇപ്പോൾ അവർ ഉദ്ദേശിക്കുന്നത്. ഏതായാലും അല്പ നാളുകൾക്ക് ശേഷമായിരിക്കും അത്തരം കാര്യങ്ങളിലേക്ക് കടക്കുക. ശരി ഡാനി പോളും ഒപ്പം വി വിനോദുമാണ് വിവരങ്ങൾ നൽകിയത് തിരുവനന്തപുരത്തും കൊച്ചിയിൽ നിന്നുമായിട്ട്. അതെ, നമുക്ക് വയനാട്ടിലേക്ക് പോകാം. നമ്മൾ പറഞ്ഞതുപോലെ 1 മാസം പിന്നിടുകയാണ് ആ ദുരന്തമുണ്ടായിട്ട്. നമ്മളൊക്കെ ഞെട്ടിയ ഒരു ദിവസമായിരുന്നു അല്ലെ. ഒട്ടും പ്രതീക്ഷിക്കാത്ത അത്രയും വ്യാപ്തിയുണ്ട് എന്ന് മനസ്സിലാക്കാൻ തന്നെ കുറെ സമയമെടുത്തു. പക്ഷെ ഇപ്പോഴും അതിൽ നിന്ന് നമ്മൾ വിട്ടുമാറിയിട്ടില്ല. അന്ന് ആ വയനാട് ദുരന്തം ഒരു ഉരുൾപൊട്ടൽ എന്നുള്ള തലത്തിൽ തുടങ്ങിയതാണ്. പക്ഷെ പിന്നീട് അവിടെ നിന്നുള്ള ദൃശ്യങ്ങളും അവിടെ നിന്നുള്ള കരച്ചിലിൻ്റെ ഒക്കെ ശബ്ദം ഇപ്പോഴും നമ്മളിങ്ങനെ വല്ലാത്ത തരത്തിൽ നമ്മളെ വേട്ടയാടുന്നുണ്ടാകും. ഇന്ന് മാറിയിട്ടില്ല ആർക്കും ആ ദുരന്തത്തിന്റെ ഞെട്ടൽ. ദുരന്തം ബാക്കി വെച്ചവരെ ചേർത്ത് പിടിക്കുകയാണ് നാടൊന്നാകെ. ദുരന്തഭൂമിയിൽ വേറിട്ട പ്രവർത്തനം കാഴ്ചവെച്ചയാളാണ് കൽപ്പറ്റ ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജംഷീർ പള്ളിവയൽ. വീടുകൾ നഷ്ടപ്പെട്ട 69 കുടുംബങ്ങൾക്ക് താൽക്കാലിക പുനരധിവാസത്തിന്റെ ചെലവുകൾ കണ്ടെത്തിയത് ജംഷീർ തന്നെയായിരുന്നു. സർവ്വതും നഷ്ടപ്പെട്ട മനുഷ്യരെ സാധാരണ ജീവിതത്തിലേക്ക് കൊണ്ടുവരിക മാത്രമാണ് ലക്ഷ്യമെന്ന് ജംഷീർ പള്ളിവയൽ ന്യൂസ് 18നോട് പറഞ്ഞു. ഉരുൾപൊട്ടലിന് പിന്നാലെ ദുരന്തമുഖത്ത് സജീവമായിരുന്നു. ശേഷം ദുരിതാശ്വാസ പ്രവർത്തനങ്ങളുമായി മുന്നോട്ടു പോയി. 69 കുടുംബങ്ങൾക്ക് തണലൊരുക്കി. അതായത് ഉരുൾപൊട്ടലിൽ വീട് നഷ്ടമായ 69 കുടുംബങ്ങൾക്ക് വാടക വീട് കണ്ടെത്തി ആ വാടക വീട്ടിലേക്ക് ഇവരെ മാറ്റി. കൽപ്പറ്റ ബ്ലോക്ക് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജഷീർ പള്ളിവയലും കൂട്ടരുമാണ് ഇങ്ങനൊരു ദൗത്യവുമായി മുന്നോട്ട് പോകുന്നത്. ഒപ്പം തന്നെ വീടുകളിലേക്കുള്ള അവശ്യ സാധനങ്ങളും അതുപോലെ തന്നെ പെയിന്റിംഗ് ഉൾപ്പെടെയുള്ള ജോലികളുമായി ഇപ്പോഴും അവർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. തുടക്കം മുതൽ തന്നെ സജീവമായിരുന്നു. നിങ്ങളുടെ പേരുകളാണ് എല്ലായിടത്തും കേട്ടത്. ഇപ്പോൾ 69ഓളം കുടുംബങ്ങളെ പുനരധിവസിപ്പിക്കാൻ കഴിഞ്ഞു. ഇപ്പോഴും ആ ഒരു പ്രവർത്തനത്തിൽ സജീവമാണ്.
ഇനിയും അടുത്ത ഇതിന്റെ പ്രവർത്തനം തുടർന്ന് പോകാൻ തന്നെയാണോ തീരുമാനം? ഇതിന്റെ ഒരു തുടർച്ച എന്ന് പറയുന്നത് അതിജീവനത്തിന്റെ ഒരു അവസാന ഘട്ടമാണ്. പക്ഷേ അതിജീവനത്തിന് സ്വാഭാവികമായും ഭവനം പൂർണ്ണമായി ലഭ്യമാകുന്നതോട് കൂടിയിട്ട് അതിജീവനത്തിന്റെ ഒരു അവസാന സ്റ്റെപ്പിലേക്ക് നമുക്ക് പോകാൻ കഴിയുള്ളൂ. നമുക്കൊരു മനസ്സിനെ സംതൃപ്തിപ്പെടുത്താൻ കഴിയുള്ളൂ. ഇപ്പോൾ താൽക്കാലിക കൂരയൊരുക്കുന്ന ഒരു പദ്ധതിയാണ് നമ്മൾ ആവിഷ്കരിച്ചത്. അത് കൂരയാകും വരെ കൂട്ടായി എന്ന് പറയുന്ന ഒരു പദ്ധതിയാണ്. അത് നേരത്തെ പ്രിയപ്പെട്ട സുഹൃത്ത് പറഞ്ഞതുപോലെ നമുക്കൊരു 5 ദിവസം കൊണ്ടാണ് ഇതിൻ്റെ ഒരു 67 നമ്പറിലേക്ക് നമ്മൾ എത്താനും അതോളം 200ഓളം സ്പോൺസർമാരെ നമുക്ക് ലഭ്യമാക്കാനും സാധിച്ചത്. പരിപൂർണമായൊക്കെ പലരും വീടിനകത്തും കോട്ടേഴ്സിനകത്തും മാറി എന്നൊക്കെ പറയുന്നെങ്കിൽ പോലും നമുക്ക് കിട്ടിയ അറിവ്, പ്രാഥമികമായി നമ്മൾ പ്രാദേശിക അറിവ് കിട്ടിയതിൻ്റെ അടിസ്ഥാനത്തിൽ 72ഓളം കുടുംബാംഗങ്ങളുടെ വീടുകളിൽ താമസിക്കുന്നുണ്ട്. നമുക്കറിയാം, ഒരു പരിധി കഴിഞ്ഞാൽ കുടുംബവും നമുക്ക് ആ കുടുംബത്തിനകത്തും അവിടെ നിന്ന് ലഭ്യമാകുന്ന സ്നേഹത്തിന്റെ അളവും ഇമ്പമൊക്കെ കുറഞ്ഞു വരുന്ന സാഹചര്യമുണ്ട്. അപ്പോൾ ആ കുടുംബങ്ങളിൽ നിന്ന് 2-3 ആളുകൾ ഇന്നലെ രാത്രിയൊക്കെ വിളിച്ചു, ഞങ്ങൾക്ക് എവിടെയാണെങ്കിലും ഒന്ന് അന്തിയുറങ്ങാനുള്ളൊരു സാഹചര്യം ഒരുക്കണം. ഞങ്ങളൊരു 5-8 ആളുകളുണ്ട്, ഞങ്ങൾക്ക് കോട്ടേഴ്സ് ആണെങ്കിൽ കോട്ടേഴ്സ്, എസ്റ്റേറ്റ് പാടിയാണെങ്കിൽ പാടി, അവിടത്തേക്ക് മാറാനുള്ളൊരു സൗകര്യം ഒരുക്കണമെന്നൊക്കെ പറഞ്ഞ് പലരും ഇന്നലെ രാത്രിയോടുകൂടി ഞങ്ങളെ വിളിക്കുന്നുണ്ട്. അപ്പോൾ തീർച്ചയായും ഇതിൻ്റെ ഒരു പരിസമാപ്തി എന്നുള്ളത് വിദൂരമാണ്. കാരണം ഇത് ഇവിടെ ഒരു തല ചാഴിക്കാനും അന്തി ഉറങ്ങാനും ഭക്ഷണം കഴിക്കാനും എല്ലാ സൗകര്യങ്ങളും ഉണ്ടായിരുന്ന ഒരുപാട് വലിയ കുടുംബങ്ങൾ, ആ കുടുംബങ്ങൾ ഇന്ന് പ്രയാസങ്ങൾ കൊണ്ട് അലയുന്നുണ്ട്, പ്രതിസന്ധി കൊണ്ട് അലയുന്നുണ്ട്. അതിലൊരു ശാശ്വത പരിഹാരം എന്നുള്ളത് നമ്മളെ കൊണ്ടൊന്നും കൂട്ടിയാൽ ചേർക്കാത്തതാണ്. സുമനസ്സുകളും ഗവൺമെന്റൊക്കെ കൃത്യമായി ഇടപെടുന്നു എന്നുള്ള വിശ്വാസവുമുണ്ട്. അതുകൊണ്ട് അണ്ണാരക്കണ്ണനാലും തന്നാലായത് എന്ന ഒരു പഴഞ്ചൊല്ലേറ്റി ഞങ്ങൾ മുന്നോട്ട് പോവുകയാണ്. ഇതിൽ പിന്നോട്ട് പോകുന്ന ഒരു സാഹചര്യമില്ല. അതുപോലെ തന്നെ ഈ വീടുകളിൽ അവശ്യ സാധനങ്ങൾ, അതുപോലെ തന്നെ ഈ ഫർണിച്ചറുകൾ, ഇതൊന്നും ഇല്ലാത്തത് അതും എത്തിച്ചു കൊടുക്കുന്നുണ്ടല്ലോ അല്ലേ? 67 വീടുകൾ എന്ന് പറയുന്നത് കൃത്യമായിട്ട് 67 കുടുംബങ്ങൾക്ക് ആവശ്യമായ അടിസ്ഥാന സംബന്ധമായ കാര്യങ്ങളെല്ലാം, അതിൽ ഫർണിച്ചർ വരുന്നു, അതിൽ അടുക്കള സംബന്ധമായിട്ടുള്ള പാത്രങ്ങൾ, അതോടൊപ്പം ഒരു വർഷത്തെ വാടക തുക, അതും കൃത്യമായി നമ്മൾ കൊടുത്ത് അക്കൗണ്ട് പൂർത്തീകരിച്ചു കഴിഞ്ഞു. ബാക്കി ഇനി പറയുന്ന 130ഓളം സ്പോൺസർമാർ ഇന്ന് നമ്മളെ കൈകളിലുണ്ട്. ആ സ്പോൺസർമാരുടെ മനസ്സാണ്, അവരുടെ വിശാലതയാണ് ഇനിയും നമ്മളെ മുന്നോട്ട് നയിക്കുന്നത്. ഇപ്പോൾ വരുന്ന സമയത്ത് നമ്മുടെ പ്രിയപ്പെട്ട ഒരു സുഹൃത്ത് വിളിക്കുന്നു, ഒരു കുടുംബത്തിലെ 56 ആളുകൾ മരിച്ചിട്ടുണ്ട്. അവരുടെ 3 ആളുകൾ, അവശേഷിക്കുന്ന 3 ആളുകൾ കൂട്ടുകുടുംബമാണ്. ആ 3 ആളുകൾ ഹോസ്പിറ്റലായതുകൊണ്ട് അവർക്ക് മറ്റുള്ള കാര്യങ്ങളൊന്നും ലഭ്യമായിട്ടില്ല. അതായത് രജിസ്ട്രേഷനൊന്നും നടന്നിട്ടില്ല, ക്യാമ്പുകളിൽ കഴിയാത്തത് കൊണ്ട് അവർക്കൊരു ആനുകൂല്യങ്ങൾ ഇതുവരെ, അതായത് പ്രാഥമികമായി ലഭ്യമായ നമ്മുടെ 10,000 രൂപ പോലും ലഭ്യമാവാത്ത കുടുംബമുണ്ട്. അവരെ ഒന്ന് സഹായിക്കണമെന്ന് പറയുന്ന ഒരു ഫോൺ കോൾ വരികയാണ്. തീർച്ചയായും ഈ പ്രവൃത്തി നമ്മൾ പൂർത്തീകരിച്ചു കഴിഞ്ഞാൽ ആ 3 ആളുകളെ കാണാൻ നമ്മൾ പോകുന്നു. ചൂരൽമലയേക്കാൾ വലിയൊരു ദുരന്തം ഒരുപക്ഷെ ഇത്തരത്തിലുള്ള ഒരു ഉരുൾപൊട്ടൽ ദുരന്തമൊന്നും ഈ അടുത്ത കാലത്തൊന്നും നമ്മുടെ തലമുറ കണ്ടിട്ടുണ്ടാവില്ല. പക്ഷേ അത്രത്തോളം ആളുകൾ പരസ്പരം ആ ഒരു ഇഴയെടുപ്പവും നമ്മൾ കാണുന്നുണ്ടല്ലോ, ആളുകളുടെ സഹായമില്ലേ? അയ്യോ, അതിനെ നമുക്ക് വർണ്ണിക്കാൻ കഴിയില്ല. മഴവിലിനേക്കാൾ സുന്ദരമാണ്. എൻ്റെയൊക്കെ വിദ്യാർത്ഥി രാഷ്ട്രീയ ജീവിതം മുതൽ ഈ ചുരൽമല ബേസ് ചെയ്ത് അവിടെ കുടുംബാംഗങ്ങളും രാഷ്ട്രീയ സൗഹൃദമുള്ള മണ്ണാണ്. സ്വാഭാവികം ഇത് സംഭവിച്ചപ്പോൾ ഇതിൻ്റെ ഒരു പാനിക്ക് നമ്മൾ അറിഞ്ഞപ്പോൾ നമ്മൾ ചെറുപ്പമാണെങ്കിൽ പോലും ഇത് ഒരു മറവി ദൈവം നമുക്ക് തരട്ടെ എന്ന് ആഗ്രഹിച്ചിരുന്നു. കാരണം ഇതൊന്നും കാണാനും കേൾക്കാനും നമുക്ക് കഴിയില്ല എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ. മറവി വന്നു കഴിഞ്ഞാൽ മറന്നു പോകണമല്ലോ. പക്ഷേ നമ്മളൊക്കെ ചെറുപ്പമാണ്, നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്യണമല്ലോ. പുത്തുമല കണ്ടു കഴിഞ്ഞപ്പോൾ ദൈവമേ അവിടെ അവസാനിക്കട്ടെ എന്ന് ആഗ്രഹിച്ചിരുന്നു. നമ്മൾ സ്വാഭാവികം മെഡിക്കൽ കോളേജിൽ പോകുമ്പോൾ നമ്മൾ പറയാറുണ്ട്, ആഗ്രഹിക്കാറുണ്ട്, മെഡിക്കൽ കോളേജിൽ കടക്കാൻ നമുക്കോ നമ്മുടെ ബന്ധപ്പെട്ടവർക്കോ സാധ്യമാവാതിരിക്കട്ടെ എന്നത്. അതുപോലെ തന്നെയാണ് ഇതുപോലെയുള്ള ദുരന്തം ഇനി വരാൻ പാടില്ല. ഇതുപോലെയുള്ള ക്യാമ്പുകൾ ഇനി അവിടെ അന്തിവസിക്കാൻ എൻ്റെ പ്രിയപ്പെട്ട നമുക്കൊന്നും ഒരു അവസരം ഉണ്ടാവാതിരിക്കണം. കാരണം ഈ സാഹചര്യമൊക്കെ അതിജീവിക്കുക എന്ന് പറയുന്നത് മനസ്സിന്റെ വലിയൊരു കാഠിന്യമുണ്ടെങ്കിൽ മാത്രമേ അതിജീവിക്കാൻ കഴിയുള്ളൂ. ശക്തമായിട്ട് മുന്നോട്ട് പോകാൻ കഴിയട്ടെ. നമുക്ക് ഒപ്പം തന്നെ ഈ വീടിന്റെ ഉടമസ്ഥനായ സോമേട്ടൻ, ജഷീർ പള്ളിവേലിന്റെയൊക്കെ നേതൃത്വത്തിൽ വലിയ സഹായങ്ങൾ ലഭിക്കുന്നു. എന്ത് തോന്നുന്നു? തിരക്കേടില്ല. ഞാൻ ഇവിടെ വന്ന് താമസിക്കാൻ തുടങ്ങിയ മുതൽ ഈ വീട് അടച്ചിട്ടിരുന്നൊരു വീടാണ്. അപ്പോൾ അത് നമ്മളിപ്പോൾ ചോദിച്ചപാട് അവരിങ്ങനെ നിങ്ങൾ താമസം തുടങ്ങിക്കോളൂ എന്ന് പറഞ്ഞ് തരികയും, എന്നാൽ ഇത് തുറന്നു കഴിഞ്ഞതിന് ശേഷം ഈ വീട്ടിനകത്തുള്ള ബുദ്ധിമുട്ട് കാര്യങ്ങളെല്ലാം തന്നെ ഞാൻ ഇവിടെ ഉള്ള ആളുകളുമായിട്ട് ബന്ധപ്പെട്ട് അവരോട് സംസാരിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ അവർ നമ്മുടെ വീട് വന്ന് പരിശോധിക്കുകയും കണ്ടപ്പോൾ അവർക്ക് കാര്യങ്ങളെല്ലാം മനസ്സിലായി. അതനുസരിച്ച രീതിയിലുള്ള അവർ പറഞ്ഞു, ഞങ്ങൾ തന്നെ ഇത് ക്ലീൻ ചെയ്തു തരാം. കമ്പിളിപ്പുഴുവാണ് ഇതിന് പ്രധാനമായിട്ടും ബുദ്ധിമുട്ടായിട്ടുള്ളത്. അതേപോലെ തന്നെ അടച്ചിട്ടുന്ന പൂപ്പൽ മണം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവർ നേരിൽ കണ്ട് മനസ്സിലാക്കുകയും അതിനനുസരിച്ചുള്ള സഹൃദമായ രീതിയിലുള്ള സഹായങ്ങൾ ചെയ്തു തരാമെന്ന് വാഗ്ദാനം ചെയ്യുകയും ചെയ്തു.
അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അവരിന്ന് വന്നുകൊണ്ട് വീടുകൾ നോക്കി ആദ്യം മരുന്നടിച്ചു, രണ്ടാമത് അത് കഴിഞ്ഞതിന് ശേഷം വൈറ്റ് വാഷ് ചെയ്തു തരാം എന്നവർ പരിപൂർണമായിട്ട് ഏറ്റിട്ടുണ്ട്. മറ്റുള്ള എല്ലാവിധത്തിലുള്ള സഹായ സഹകരണം അവരുടെ ഭാഗത്തു നിന്ന് നമുക്ക് ഇതുവരെയും ഉണ്ടായിട്ടുണ്ട്. എല്ലാത്തിനും ജഷീറും ടീമും മുൻപന്തിയിൽ തന്നെയുണ്ട്. എന്തായാലും അതിനെ നമുക്ക് പിന്തുണയ്ക്കാതിരിക്കാൻ കഴിയില്ല. അങ്ങനെ അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നമുക്ക് യഥാർത്ഥത്തിൽ ഈ ദുരന്തഭൂമിയിലെയും ദുരിതാശ്വാസ പ്രവർത്തനങ്ങളിലെയും ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു നിലപാട്, അല്ലെങ്കിൽ അങ്ങനത്തെ കുറേ മനുഷ്യരാണ് യഥാർത്ഥത്തിൽ ഈ ഏറ്റവും അശരണരായ മനുഷ്യർക്ക് കൈത്താങ്ങാവുന്നത്. വയനാട്ടിൽ നിന്ന് ക്യാമറാമാൻ അഖിൽ ഓട്ടുപാറയ്ക്കൊപ്പം എസ് വിനേഷ് കുമാർ, ന്യൂസ് 18. വിനീഷ് പറഞ്ഞതുപോലെ ആ ദുരന്ത സമയത്ത് ഇതുപോലെയുള്ള കുറേ നന്മയുള്ള മനുഷ്യരെ കൂടി നമുക്ക് അവിടെ കാണാൻ കഴിഞ്ഞു, ജംഷീറിനെ പോലെയുള്ള. എന്തായാലും അവർക്കും കൂടി ഞങ്ങൾ ആശംസകൾ അറിയിക്കുകയാണ്. കൂടുതലായി ഇനി അവിടെ നിന്ന് പ്രവർത്തിക്കാനാകട്ടെ. അപ്പോൾ എന്തായാലും നമ്മൾ 8 മണി മുതൽ അവിടെ തന്നെ വയനാട്ടിൽ തന്നെ നിൽക്കുകയാണ്. 8 മണി മുതൽ 10 മണി വരെ പ്രേക്ഷകരിലേക്ക് അവിടെ നിന്നുള്ള ഇപ്പോഴത്തെ ദൃശ്യങ്ങളും ഏറ്റവും പുതിയ വിവരങ്ങളും പ്രേക്ഷകരിലേക്ക് എത്തിക്കും. എൽദോ അത് നയിക്കും. നമ്മുടെ പ്രത്യേക ടീം അവിടെ വയനാട്ടിൽ സജ്ജമാണ്. വലിയ സംഘമുണ്ട് അവിടെ. അപ്പോൾ അവരവിടെ കൃത്യമായി ഏറ്റവും പുഞ്ചിരിമട്ടം തൊട്ട് മുണ്ടക്കൈ, ചൂരൽമല എല്ലായിടത്തും ദൃശ്യങ്ങളും അവിടുത്തെ അവസ്ഥയും സാഹചര്യം ഒക്കെ പറയുകയും ചെയ്യും. അപ്പോൾ നമ്മളിനി ദേശീയ വാർത്തകളിലേക്കാണ് പോകുന്നത്. ദേശീയ വാർത്തകൾ നമ്മോടൊപ്പം പങ്കുവെക്കുന്നത് ER രാകേഷ്. രാകേഷ്, ഗുഡ് മോർണിംഗ്. വാ. അപ്പോൾ ഗുഡ് മോർണിംഗ് രാകേഷ്. ഗുഡ് മോർണിംഗ്. അപ്പോൾ എന്തൊക്കെയാണ് രാകേഷ്? നിങ്ങൾ സംസാരിക്കുക, ഞാൻ ഈ പറയുന്ന പോലെ 8 മണിക്ക് ഞാൻ ചേരും. വയനാട്ടിലെ വാർത്തകളുമായി ചേരുന്നതാണ്. അപ്പോൾ നിലവിൽ താങ്ക് യു. ഗുഡ് മോർണിംഗ്. അപ്പോൾ എന്താണ് ഇന്നത്തെ നമ്മുടെ ദേശീയ വാർത്തകൾ? ഏതൊക്കെ വാർത്തകളാണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്? ഒന്ന് കൊൽക്കത്തയിൽ നിന്നുള്ള വാർത്തകളുണ്ട്. മറ്റൊന്ന് ചമ്പൈ സോറൻ, ജാർഖണ്ഡ് മുൻ മുഖ്യമന്ത്രി, അദ്ദേഹം ഇന്ന് BJPയിൽ ചേരുകയാണ്. ഒപ്പം ആന്ധ്രാപ്രദേശിൽ YSR കോൺഗ്രസ് ഒരു വലിയ പ്രതിസന്ധി നേരിടുന്നു. ഇത് സംബന്ധിച്ച വാർത്തകളാണുള്ളത്. വിശദമായി നോക്കാം. ആദ്യം കൊൽക്കത്തയിലെ വാർത്തയിലേക്ക് വരുമ്പോൾ, കൊൽക്കത്തയിൽ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി പ്രതിഷേധം തുടരുകയാണ്. ഒപ്പം ആദ്യം മുതൽ ഉയരുന്ന ആരോപണമാണ് ആശുപത്രി, RG-കർ ആശുപത്രിയുടെ ഭാഗത്തുനിന്ന് ഗുരുതര വീഴ്ചയുണ്ടായി, അവർക്കെന്തോ ഒളിപ്പിക്കാനുണ്ടെന്ന്. ഇപ്പോൾ ഏറ്റവും ഒടുവിലായി പുറത്തു വന്നിരിക്കുന്നത് ഈ കൊല്ലപ്പെട്ട ജൂനിയർ ഡോക്ടറുടെ കുടുംബവും ഒപ്പം തന്നെ ആശുപത്രിയിലെ ഒരു ഉദ്യോഗസ്ഥയും തമ്മിൽ നടത്തിയ ഫോൺ കോളുകളാണ് പുറത്തു വന്നിരിക്കുന്നത്. 3 ഫോൺ കോളുകൾ. അതായത് ഈ ബലാത്സംഗത്തിനിരയായി കൊല്ലപ്പെട്ട ശേഷം ഈ കുടുംബാംഗങ്ങളുമായി നടത്തിയ 3 ഫോൺ കോളുകൾ, ഏതാണ്ട് 8 മിനിറ്റ് നിൽക്കുന്ന ഫോൺ കോളുകളാണ് ഇപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ ചർച്ചയായിക്കൊണ്ടിരിക്കുന്നത്, വൈറലായിക്കൊണ്ടിരിക്കുന്നത്. ഇതിൽ ആദ്യത്തെ ഫോൺ കോൾ വരുന്നത് 10:53 അതായത് ഓഗസ്റ്റ് 9 ഈ ജൂനിയർ ഡോക്ടർ ബലാത്സംഗത്തിനിരയായി കൊല്ലപ്പെടുന്നത്. അതിനുശേഷം 10:53 ആദ്യത്തെ ഫോൺ കോൾ കുടുംബാംഗങ്ങൾക്ക് ലഭിക്കുന്നു. അതിൽ പറയുന്ന പ്രധാനപ്പെട്ട കാര്യം, മകൾക്ക് സുഖമില്ല, നിങ്ങളുടെ നമ്പർ സംഘടിപ്പിച്ചുകൊണ്ട് ഞാൻ വിളിക്കുന്നതാണ്, അറിയിക്കാൻ വേണ്ടി വിളിച്ചതാണ് എന്നാണ് ആദ്യം സൂചിപ്പിക്കുന്നത്. രണ്ടാമത്തെ കോൾ അതിനുശേഷം കുറേ സമയത്തിന് ശേഷം രണ്ടാമത്തെ കോള് കുടുംബത്തിന് വരുന്നു. പെൺകുട്ടിയുടെ അച്ഛനാണ് ഫോൺ എടുക്കുന്നത്. അതിൽ പറയുന്ന കാര്യം, തീരെ സുഖമില്ല, അത്യാഹിത വിഭാഗത്തിൽ പ്രവേശിപ്പിച്ചിരിക്കുന്നു. എന്താണ് സംഭവിച്ചതെന്ന് എനിക്ക് പറയാൻ കഴിയില്ല, ഡോക്ടർമാർക്ക് മാത്രമേ പറയാൻ കഴിയൂ എന്ന് പറയുന്നു. അപ്പോൾ അച്ഛൻ ചോദിക്കുന്നു, നിങ്ങൾ ആരാണ് വിളിക്കുന്നതെന്ന്. ഞാനൊരു ഡോക്ടറല്ല, മറിച്ച് അസിസ്റ്റന്റ് സൂപ്രണ്ടാണ് എന്ന പ്രതികരണം അവരുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നു. മൂന്നാമത്തെ കോളിലും ഇതേ ഉദ്യോഗസ്ഥ തന്നെ വിളിക്കുന്നു. അതിൽ പറയുകയാണ്, ഒരുപക്ഷെ മകൾ ആത്മഹത്യ ചെയ്തിരിക്കാം, ഇവിടെ പോലീസുണ്ട്, ഞങ്ങൾ എല്ലാം ഇവിടെ ഉണ്ട് എന്നൊരു പ്രതികരണം അവർ നടത്തുന്നു. ഇതിൽ നേരത്തെ പറഞ്ഞതുപോലെ എന്തോ ഒളിപ്പിക്കാനുണ്ട്. ഈ സംഭവം നടത്തിയ ശേഷം കൃത്യമായി കുടുംബാംഗങ്ങളെ വിവരം അറിയിച്ചിരുന്നില്ല. മണിക്കൂറുകൾക്ക് ശേഷമാണ് ഈ അറിയിച്ചിരിക്കുന്നത് എന്ന് ആദ്യം മുതൽ ഉന്നയിക്കുന്ന കാര്യമാണ്. അത് ശരിവെക്കുന്ന തരത്തിൽ ഒരു ഇടപെടൽ അല്ലെങ്കിൽ എന്തോ ദുരൂഹത അധികൃതരുടെ, ആശുപത്രി അധികൃതരുടെ ഭാഗത്തുനിന്നുണ്ടായി എന്ന് വ്യക്തമാക്കുന്നതാണ് ഇപ്പോൾ ഈ സന്ദേശം. ഏതായാലും ഇതിൻ്റെ ആധികാരികത തെളിയിക്കപ്പെട്ടിട്ടില്ല. കുടുംബവും ഈ വിഷയത്തിൽ ഇതുവരെ ഫോൺ കോളുകൾ സംബന്ധിച്ച് പ്രതികരണത്തിന് തയ്യാറായിട്ടില്ല. ഏതായാലും ചില ഉദ്യോഗസ്ഥരുടെ സമ്മർദ്ദത്തിന് വഴങ്ങിയായിരിക്കും ഒരുപക്ഷെ ഈ 3 കോളുകളും ചെയ്തേക്കുന്നതെന്ന് സംശയം കൂടി ഈ ഘട്ടത്തിൽ ബലപ്പെടുകയും ചെയ്യുന്നുണ്ട്. ഇനി ജാർഖണ്ഡിലേക്ക് വരികയാണെങ്കിൽ, അവിടെ മുൻ മുഖ്യമന്ത്രി കൂടിയായ ചമ്പൈ സോറൻ ഇന്ന് BJPയിൽ ചേരുകയാണ്. അദ്ദേഹം കഴിഞ്ഞ ദിവസം കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. BJPയിൽ ചേരുന്ന തീയതിയൊക്കെ ജാർഖണ്ഡിന്റെ തെരഞ്ഞെടുപ്പ് ചുമതലയുള്ള ഹിമന്ത ബിശ്വ ശർമ്മ പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു. ഏതായാലും ഇന്ന് ഷഹീദ് പാർക്കിൽ, റാഞ്ചിയിലെ ഷഹീദ് പാർക്കിൽ നടക്കുന്ന ചടങ്ങിൽ അദ്ദേഹം BJP അംഗത്വം സ്വീകരിക്കുകയാണ്. ഏതായാലും തെരഞ്ഞെടുപ്പ് വരാനിരിക്കുകയാണ്. അപ്പോൾ ചമ്പൈ സോറന്റെ വരവ് അത് രാഷ്ട്രീയമായി ഗുണം ചെയ്യുമെന്നൊരു പ്രതീക്ഷ BJPക്കുണ്ട്. പ്രത്യേകിച്ച് കൊൽഹാൻ മേഖലയിലെ 14 മണ്ഡലങ്ങളിൽ അദ്ദേഹത്തിന് വലിയ സ്വാധീനമുണ്ട്. JMMന്റെ അല്ലെങ്കിൽ ജാർഖണ്ഡിന്റെ സംസ്ഥാനത്തിന് വേണ്ടി ഷിബു സോറനൊപ്പം തന്നെ പ്രവർത്തിച്ച വളരെ പ്രധാനപ്പെട്ട നേതാവാണ് ചമ്പൈ സോറൻ. അപ്പോൾ ചമ്പൈ സോറൻ ഏതായാലും JMM വിട്ടുകൊണ്ട് അദ്ദേഹം ഇപ്പോൾ BJPയിൽ ചേരുന്നു. അതായത് ഹേമന്ത് സോറൻ വീണ്ടും മുഖ്യമന്ത്രിയാകാൻ വേണ്ടി അദ്ദേഹത്തെ മുഖ്യമന്ത്രി കസേരയിൽ നിന്ന് മാറ്റിവിട്ടത്, ആ ഒഴിവാക്കിയ രീതിയോട് വലിയ വിയോജിപ്പ്
അദ്ദേഹം പരസ്യമായി പ്രകടിപ്പിച്ചിരുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഏതായാലും BJP പ്രവേശനത്തിലേക്ക് എത്തിയിരിക്കുന്നത്. ഏതായാലും ചമ്പൈ സോറൻ രാജിവെച്ച് പോകുന്ന ഘട്ടത്തിൽ പകരം മന്ത്രിയെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഏതായാലും ജയമം എന്നുള്ളത് കൂടി സൂചിപ്പിക്കേണ്ട കാര്യമാണ്. അതായത് സാന്താൾ നേതാവ് കൂടിയായ മറ്റൊരു ഇതേ മേഖലയിൽ നിന്ന് കൊൽഹാൻ മേഖലയിൽ നിന്നുള്ള മറ്റൊരു നേതാവായ രാംദാസ് സോറനെയാണ് ഇപ്പോൾ ജയമം മന്ത്രിസഭയിലേക്ക് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അങ്ങനെ ഏതായാലും വലിയൊരു രാഷ്ട്രീയ നീക്കത്തിന് വേദിയാവുകയാണ് ജാർഖണ്ഡ് എന്ന കാര്യത്തിൽ സംശയമില്ല. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത വരുന്നത് ആന്ധ്രാപ്രദേശിൽ നിന്ന് രാഷ്ട്രീയമായി ഏറെ പ്രധാനപ്പെട്ട വാർത്തയാണ്. കാരണം YSR കോൺഗ്രസ് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വലിയ പരാജയം ഏറ്റുവാങ്ങി. അവർക്ക് 175 അംഗ നിയമസഭയിൽ 11 ഭരണകക്ഷി 11 അംഗങ്ങൾ മാത്രമുള്ള രീതിയിൽ വലിയ തിരിച്ചടി നേരിട്ടു. ഇപ്പോൾ അവർ നേരിട്ടുകൊണ്ടിരിക്കുന്ന പ്രധാനപ്പെട്ട തിരിച്ചടി 2 രാജ്യസഭാംഗങ്ങൾ രാജിവെച്ചു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. 11 രാജ്യസഭാംഗങ്ങളുണ്ട് YSR കോൺഗ്രസിന്. പ്രത്യേകിച്ച് രാജ്യസഭയിൽ കേന്ദ്ര സർക്കാർ NDA ബ്ലോക്ക് അടുത്തിടെ വരെ ന്യൂനപക്ഷമായിരുന്നു. അന്നൊക്കെ തന്നെ ഈ ബില്ലുകൾ പാസ്സാക്കാൻ വലിയ പിന്തുണ കൊടുത്തിരുന്നത് ജഗൻമോഹൻ റെഡ്ഡിയുടെ പാർട്ടിയാണ്. ആ പാർട്ടി ഇപ്പോൾ ഏതായാലും 2 MLA-മാർ 2 രാജ്യസഭാംഗങ്ങൾ രാജിവെക്കുമ്പോൾ അവരുടെ അംഗബലം 9 കുറയുകയാണ്. സ്വാഭാവികമായും ഇനി ഒരു തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ അവർക്ക് രാജ്യസഭയിലേക്ക് അംഗങ്ങളെ അയപ്പിക്കാൻ കഴിയില്ല. കാരണം ഭരിക്കുന്ന TDPക്ക് വ്യക്തമായ ഭൂരിപക്ഷം അവിടെയുണ്ട്. 135 അംഗങ്ങൾ TDPക്ക് മാത്രമുണ്ട്. അപ്പോൾ സ്വാഭാവികമായും നിലവിൽ രാജ്യസഭയിൽ അംഗങ്ങളില്ലാത്ത TDPക്ക് അവിടെ അക്കൗണ്ട് തുറക്കാൻ വഴി ഒരുങ്ങുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിനൊപ്പം കൂട്ടിച്ചേർക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം 6 രാജ്യസഭാംഗങ്ങൾ കൂടി രാജിവെക്കുന്നു എന്ന വാർത്തകൾ കൂടി പുറത്തു വരുന്നു. അത് YSR കോൺഗ്രസിനെ സംബന്ധിച്ച് വലിയ തിരിച്ചടിയാണ്. അശ്വതി. ശരി രാജേഷ്, ഇതൊക്കെയാണ് അപ്പോൾ നമ്മൾ ദേശീയ തലത്തിലെ പ്രധാനപ്പെട്ട വാർത്തകൾ വളരെ വിശദമായി തന്നെ രാജേഷ് നൽകി. താങ്ക് യു. അപ്പോൾ നമുക്ക് ഇടവേള പോയ ശേഷം മറ്റു വാർത്തകളിലേക്ക് വരാം. മോർണിംഗ് വൈബ്സ് തുടരുകയാണ്. നമ്മളിനി സ്പെഷ്യൽ ഡേ ആഘോഷത്തിലേക്ക് കടക്കുകയാണ്. അല്ലെങ്കിൽ നിങ്ങളുടെ വിശേഷ അവസരങ്ങൾ ഞങ്ങളെ അറിയിക്കാം. ആ സന്തോഷ ദിനത്തിൽ ന്യൂസ് 18 സ്ക്രീനിൽ നിങ്ങൾക്കും എത്താം. അതിനായി ഞങ്ങൾക്ക് വാട്സപ്പ് ചെയ്യുക. വാട്സപ്പ് ചെയ്യേണ്ട നമ്പർ 9346975748 എന്നാണ്. വാട്സപ്പ് ചെയ്യേണ്ട ഫോമാറ്റ് സ്പെഷ്യൽ ഡേ, നിങ്ങളുടെ പേര്, ഫോൺ നമ്പർ, പിറന്നാളും വിവാഹ വാർഷികവും അങ്ങനെ എന്തും നിങ്ങൾക്ക് നിങ്ങളുടെ വിശേഷ അവസരങ്ങൾ ന്യൂസ് 18-നൊപ്പം ആഘോഷിക്കാം. അങ്ങനെ ഒരു ബർത്ത്ഡേ വിഷിലേക്കാണ് നമ്മളിനി പോകുന്നത്. ഞങ്ങളുടെ പ്രിയപ്പെട്ട ക്യാമറാമാൻ അരുൺ പാലോടിന്റെ മകൾ ആമിക്കുട്ടിയുടെ ബർത്ത്ഡേ ആണിന്ന്. ഹാപ്പി ബർത്ത്ഡേ, വെരി ഹാപ്പി ബർത്ത്ഡേ ആമിക്കുട്ടി. അപ്പൊ ആമിയുടെ ഒരു വീഡിയോ ഉണ്ട്, അത് കാണാൻ പറ്റൂല. ഇന്ന് അച്ഛൻ വയനാട്ടിൽ പോകുകയാണ്. അതുകൊണ്ട് എനിക്കിന്ന് കേക്ക് മുറിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഇനി അച്ഛൻ വയനാട്ടിൽ നിന്ന് വരുമ്പോൾ എനിക്ക് ഉറപ്പായിട്ട് കേക്ക് മുറിക്കാൻ പറ്റും. അതാണ് ആമിക്കുട്ടി പറഞ്ഞത്. ഭയങ്കര ക്യൂട്ടായിട്ടുള്ള ഒരു വീഡിയോ ആണ്. ഇന്നായിരുന്നു ആമിയുടെ ബർത്ത്ഡേ. പക്ഷെ നമ്മുടെ ഈ വയനാട് ക്യാമ്പയിൻ ചെയ്യുന്നതുകൊണ്ട് അരുൺ പാലോട് വയനാട്ടിലേക്ക് ഇന്നലെ വൈകുന്നേരം പോയി. അപ്പോൾ അച്ഛൻ ഇല്ലാത്തതുകൊണ്ട് ഇന്ന് കേക്ക് കട്ട് ചെയ്യാൻ പറ്റില്ല. അച്ഛൻ വന്നിട്ട് ഉറപ്പായിട്ടും ഞാൻ കേക്ക് കട്ട് ചെയ്യുമെന്നാണ് ആമി പറഞ്ഞത്. വളരെ ക്യൂട്ടായിട്ടുള്ളൊരു വീഡിയോ. ആമിക്കുട്ടി എന്തായാലും അച്ഛൻ വരുമ്പോൾ കേക്കുമായിട്ട് വരും. അപ്പോൾ എന്തായാലും ഹൃദയം നിറഞ്ഞ പിറന്നാൾ ആശംസകൾ ആമിക്കുട്ടിക്ക്. അതുകൊണ്ട് എനിക്കിന്ന് കേക്ക് മുറിക്കാൻ പറ്റില്ല. ഇന്ന് അച്ഛൻ വയനാട്ടിൽ പോകുകയാണ്. അതുകൊണ്ട് എനിക്കിന്ന് കേക്ക് മുറിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഇനി അച്ഛൻ വയനാട്ടിൽ നിന്ന് വരുമ്പോൾ എനിക്ക് ഉറപ്പായിട്ട് കേക്ക് മുറിക്കാൻ പറ്റും. എഗെയിൻ ഹാപ്പി ബർത്ത്ഡേ ആമിക്കുട്ടി. നമുക്കിനി മറ്റു വാർത്തയിലേക്ക് പോകുമ്പോൾ നാട്ടിലെ ചില കൂട്ടായ്മയിൽ രൂപപ്പെടുന്ന സംരംഭങ്ങൾ മറ്റുള്ളവർക്കും മാതൃകയായി മാറുന്ന കാഴ്ചകൾ നമ്മൾ ധാരാളം കണ്ടിട്ടുണ്ട്. അത്തരത്തിലുള്ള ഒരു കാഴ്ചയാണ് ഇനി കൊട്ടാരക്കര പുത്തൂർ ആറ്റുവാശ്ശേരിയിലെ രാജേഷ്, ദീപക്, ബിജുകുമാർ എന്നിവർ ചേർന്ന് നടത്തിയ ചെണ്ടുമല്ലി കൃഷിയാണിപ്പോൾ വിളവെടുപ്പ് പാകമായിരിക്കുന്നത്. പൂത്തുലഞ്ഞു നിൽക്കുന്ന ചെണ്ടുമല്ലി പൂക്കൾ കാണാനും സെൽഫി എടുക്കാനുമായി നിരവധി ആളുകളാണ് ഇവിടേക്ക് എത്തുന്നത്. കൊട്ടാരക്കരയിൽ നിന്നും എസ് വിനീഷിന്റെ റിപ്പോർട്ട് കാണാം. പ്രഭാത സവാരിക്കിടയിലുണ്ടായ ഒരാശയമാണ് പൂക്കൃഷി നടത്തുക എന്നുള്ളത്. നമുക്ക് കാണാം, അതിവിശാലമായ രീതിയിൽ ഏകദേശം ഒരു 50 സെന്റിൽ പരം ഭൂവിസ്തൃതിയിലാണ് ചെണ്ടുമല്ലി കൃഷി ചെയ്തിരിക്കുന്നത്. തികച്ചും മാതൃകാപരമായ പ്രവർത്തനമാണ്. നമുക്ക് അതിൻ്റെ ഭാരവാഹികൾ നമ്മളോടൊപ്പം ചേരുകയാണ്. 3 പേരുടെ വലിയൊരു അധ്വാനമാണ് ഇതിൻ്റെ പിന്നിൽ. എങ്ങനെയാണ് ഈ ഒരു ആശയത്തിലേക്ക് എത്താനുണ്ടായ സാഹചര്യം? ആശയം, ഞങ്ങൾ രാവിലെ 5 മണിക്ക് നടക്കാൻ പോകാറുണ്ട്. നടക്കാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ ഇവിടുന്ന് ഒരു ഏകദേശം 8-10 കിലോമീറ്ററിനുള്ളിലുള്ള ഒരു സ്ഥലത്താണ് നടക്കാൻ പോകുന്നത്. റോഡിലൂടെയാണ് നടക്കുന്നത്. അപ്പം ഞങ്ങളൊരു 6-7-8ഓളം സുഹൃത്തുക്കളുണ്ട്. അപ്പോൾ അതിനകത്ത് കൃഷി ഓഫീസിൽ വർക്ക് ചെയ്യുന്നവരുണ്ട്, പോലീസുണ്ട്, പ്രൈവറ്റ് സെക്ടറുണ്ട്. അപ്പം എല്ലാ കാര്യങ്ങളും ചർച്ച ചെയ്യാറുണ്ട്, പല കാര്യങ്ങളും ചർച്ച ചെയ്യാറുണ്ട്. നടക്കത്തിന് ദൂരം കൂടുതലുള്ളത് കൊണ്ട് എളുപ്പം നടക്കാൻ വേണ്ടിയിട്ട് പല കാര്യങ്ങൾ. അപ്പം അങ്ങനെയാണ് ദീപക്കാണ്
ഇങ്ങനെ ഒരു ആശയം കൊണ്ടുവന്നത്. അപ്പം അങ്ങനെ കൊണ്ടുവന്നപ്പോൾ ആദ്യം സത്യം പറയാൻ നമുക്ക് വലിയ ആശങ്ക തന്നെ ആയിരുന്നു. കാരണം നമ്മളെ എന്താണെന്ന് നമുക്കറിയില്ല, നമ്മൾ കണ്ടിട്ടുള്ളത് മാത്രമേ ഉള്ളൂ. ചെണ്ടുമല്ലി ആവശ്യത്തിന് നമ്മൾ വാരിക്കോരി വാങ്ങിച്ചിട്ടുണ്ട്, പക്ഷേ നമുക്കറിയില്ല. എന്തായാലും ഒപ്പം ബിജുവണ്ണൻ പറഞ്ഞ് സപ്പോർട്ട് ചെയ്തു. അപ്പം ഞങ്ങൾ 3 പേരും ഒരുമിച്ച് അത് സ്റ്റാർട്ട് പെട്ടെന്നായിരുന്നു എല്ലാം. പ്രതീക്ഷയായിരുന്നു സാറേ ഇത്രത്തോളം ഒരു വിളവൊക്കെ നമുക്ക് ലഭിക്കുന്നത്? ഞങ്ങൾ ഇത്ര ഒരു വലിയൊരു പ്രതീക്ഷയൊന്നും ഇല്ലായിരുന്നു. കാര്യം ഞങ്ങൾ ആദ്യം ഒരു രസത്തിന് ഇങ്ങനെ തുടങ്ങി കഴിഞ്ഞ് ഇതിലേക്ക് വന്നപ്പം നമുക്കൊരു ആവേശമായി. ഇതിനകത്ത് വന്ന് ഇതിലേക്ക് വരുമ്പോൾ തന്നെ നമുക്കൊരു സന്തോഷം. പിന്നെ നമ്മൾ ഇത് ഇത്രയും ഒരു സക്സസ് ആവാനുള്ളൊരു കാര്യം നമ്മുടെ നാട്ടിലുള്ള മുഴുവൻ ആൾക്കാരും നമ്മളോട് സഹകരിച്ചും എല്ലാ പിന്തുണയും നൽകി. അവരൊക്കെ ആദ്യം തൈ നടുന്നത് മുതൽ ഇങ്ങോട്ടുള്ള സമയങ്ങളിൽ മൊത്തം അവർ നമ്മളോടൊപ്പം ഉണ്ടായിരുന്നു. എങ്ങനെ പരിപാലിച്ചത് ഇതുപോലെ പിന്നെ ഡെയിലി രാവിലെ വരിക. കൂടുതലും ജൈവവളമാണ് ഇതിന് ഉപയോഗിച്ചിരിക്കുന്നത്. പിന്നെ ജൈവവളം ഉപയോഗിച്ചിട്ടുണ്ട്, പിന്നെ ലേശം രാസവളം ചെയ്തിട്ടുണ്ട്, അല്ലാതെ മറ്റൊന്നും ചെയ്തില്ല. കൂടുതലും പിന്നെ ഇലവളമാണ് ചെയ്തത്. ഈ ഒരു വിജയത്തിന് പിന്നിൽ എടുത്തു പറയേണ്ടത് കൃഷി വകുപ്പിന്റെ വലിയ ഒരു സഹകരണവും അതുപോലെ നിർദ്ദേശവും ഒക്കെ ഉണ്ട്. കൃഷി ഓഫീസർ നമ്മളോടൊപ്പം ചേരുകയാണ്. സാറേ, എന്ത് തോന്നുന്നു കാണുമ്പോൾ? സന്തോഷമുണ്ട്, വളരെയധികം സന്തോഷമുണ്ട്. കാരണം നമ്മുടെ 3 ചെറുപ്പക്കാര് ഇവർ സത്യത്തിൽ ബൈ പ്രൊഫഷൻ കൃഷിക്കാരല്ല. പക്ഷെ ഇപ്പം അവര് ഒന്ന് പോലീസ് ഉദ്യോഗസ്ഥനാണ്, മറ്റു പല മേഖലയുള്ളവരാണ്. പക്ഷെ ഇന്ന് അത്ര കൊണ്ട് അവരെ ആറ്റുവാശ്ശേരി കൃഷിക്കാരൻ എന്ന് വിളിച്ചു. കൃഷിക്കാരൻ എന്ന് പറയുമ്പോൾ ഒരു പ്രത്യേകത നന്മയുള്ളവനാണ്. നാട്ടുകാർക്കെല്ലാം തന്നെ നല്ല ഒരു സന്തോഷം കൊടുക്കുക എന്നൂറ് കഴിഞ്ഞു എന്നുള്ളത്. അതുപോലെ തന്നെ അവരിപ്പം നാട്ടിലെ എല്ലാ കർഷകർക്കും ഒരു മാതൃക, യുവാക്കൾക്ക് ഒരു മാതൃകയാകാനായിട്ട് ഇവർക്ക് കഴിഞ്ഞു എന്നുള്ളത് വളരെ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. ഓണക്കാലമാണ്, അത്തപ്പൂക്കൾ ഇടാൻ ഇനി ആറ്റുവാശ്ശേരി ഉള്ളവർക്ക് ദൂരെ എങ്ങും പോകണ്ട. ഇവിടെ തന്നെ പൂ പെറുക്കി കൊണ്ടുപോയി അത്തപ്പൂക്കൾ ഇടാനുള്ള സംവിധാനമൊക്കെയാണ് ഇവർ ഒരുക്കിയിരിക്കുന്നത്. അതുപോലെ തന്നെ വലിയ രീതിയിലുള്ള പച്ചക്കറി കൃഷിക്കും ലക്ഷ്യമിടുന്നുണ്ട്. എസ് വിനീഷ്, ന്യൂസ് 18, കൊട്ടാരക്കര. മോർണിംഗ് വൈബ്സ് തുടരുമ്പോൾ എനിക്കൊപ്പം ഹരി കൂടി ചേരുന്നുണ്ട്. ഹരികൃഷ്ണൻ, ഗുഡ് മോർണിംഗ് ഹരി. അപ്പോൾ ഹരി, എനിക്ക് തോന്നുന്നു ഹരി നമ്മുടെ സിനിമ ക്രിട്ടിക് ഒക്കെയാണ്. പക്ഷേ അതെന്താണ് സിനിമ പുതിയത് എന്തെങ്കിലുമൊക്കെ കണ്ടോ? പുതിയത് ഇന്നലെ റിലീസായി. ഇന്നലെ ഒരു തെലുങ്ക് ചിത്രം റിലീസായിരുന്നു, നാനിയുടെ ചിത്രമാണ്. അത് കണ്ടു. സനിപോത സരിവാരെന്നാണ്. അത് കുഴപ്പമില്ല, ഒരു മാസ് മസാല രീതിയിൽ ആ സിനിമ എടുത്തിട്ടുണ്ട്. സാധാരണ ഇന്നൊരു കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ടെന്ന് വെച്ചാൽ, ഈ മാസ് സിനിമകളിൽ നമ്മൾ കാണുന്ന ഒരു സ്റ്റോറി ഇല്ലായ്മയുണ്ടല്ലോ, ചുമ്മാ അടി മാത്രമായിട്ട്. പക്ഷെ അങ്ങനെ അല്ലാതെ ഒരു സ്റ്റോറി ഉണ്ട്, അത്യാവശ്യം സന്തോഷം. സത്യം പറയാം, പക്ഷെ സന്തോഷം മറു സൈഡിലൊരു സങ്കട സിനിമ മേഖലയിലെ പ്രശ്നങ്ങളാണ്. അതിപ്പോ എന്ത് ചെയ്യാനാണ്? ഭയങ്കര സങ്കടത്തിലാണ് നിങ്ങൾ? ഭയങ്കര പ്രശ്നമാണ്. കാരണം ഇനി എങ്ങനെയാണ് ഇതിന്റെ മുന്നോട്ട് വരുന്നില്ല. ഇന്റർവ്യൂ കഴിഞ്ഞ് പോലും ഒരു പ്രൊമോഷൻ പോലും വരുന്നില്ല. കാരണം ഈ ചോദ്യം ചോദിക്കാനുള്ള പേടി കാരണം പല സിനിമാക്കാരും വരുന്നില്ല പ്രൊമോഷന് വേണ്ടി. പക്ഷെ അങ്ങനെ ഒരാൾ നമുക്കൊപ്പം ചേരുന്നുണ്ട്. അപ്പൊ ആരാണ് ഹരി? പറഞ്ഞോളൂ. സിനിമാ മേഖലയിലെ പ്രധാനമായ പ്രശ്നങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളായിട്ടൊക്കെ തന്നെ ചർച്ചയാവുകയാണ്. നടീനടന്മാർ അവരുടെ പ്രശ്നങ്ങളൊക്കെ ഉന്നയിച്ച് കഴിഞ്ഞിരിക്കുന്നു. സിനിമയിലെ മറ്റു മേഖലകളിലെ പ്രശ്നങ്ങളും ചർച്ചയിൽ വരേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മളോടൊപ്പം ഇപ്പോൾ അതിഥിയായി മിറ്റ ചേരുകയാണ്. മേക്കപ്പ് ആർട്ടിസ്റ്റാണ്. മിറ്റയാണ് ഇന്ന് അതിഥിയായി. സ്വാഗതം മിറ്റ. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. മിറ്റയ്ക്ക് ചില കാര്യങ്ങളൊക്കെ പറയാനുണ്ട് എന്ന് മനസ്സിലാക്കുന്നു. എന്താണ് ഇപ്പോൾ, എങ്ങനെ കാണുന്നു ഇപ്പോൾ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വരികയും ഒരുപാട് ആളുകൾ സിനിമയിൽ പ്രശ്നമുണ്ട്, ഞങ്ങൾ അനുഭവിച്ചതാണ് ഇതൊക്കെ എന്ന് പറഞ്ഞുകൊണ്ട് മുന്നോട്ട് വരികയും ചെയ്യുന്നു? എന്ത് തോന്നുന്നു മിറ്റ? എനിക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാല്, സ്ത്രീ ആയാലും പുരുഷനായാലും അവർക്ക് സുരക്ഷ തൊഴിലിടങ്ങളിൽ വേണം. അത് എവിടെ നിന്നാണ് തുടങ്ങേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാല്, നമ്മളിപ്പോ ഒരു സിനിമയുടെ ഭാഗമാകുമ്പോൾ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നവരായിരിക്കണം, നമ്മളുടെ ആവശ്യങ്ങൾ കണ്ടറിഞ്ഞത് ചെയ്യുന്നവരായിരിക്കണം. ഏതെങ്കിലും രീതിയിൽ അത് നമുക്ക് കിട്ടാതെ വരുമ്പോഴാണ് നമുക്ക് ഓരോ പ്രശ്നങ്ങൾ തുടങ്ങുന്നത്. ഈ സിനിമ എന്ന് പറയുന്നത് ഒരു ദിവസം കൊണ്ട് തീരുന്നതല്ല. എത്രയോ ദിവസങ്ങള്, ഒരുപാട് പേരുടെ അധ്വാനമാണ്. തിയേറ്ററിൽ വരുമ്പോൾ അത് 1.5 മണിക്കൂർ 2 മണിക്കൂറിൽ തീരും. പക്ഷെ ഒരുപാട് പേര്, അതായത് 10, 12, 15 മണിക്കൂർ കണ്ടിന്യൂസ് നിന്ന് ആ ഒരു കല അത് സ്ക്രീനിലേക്ക് കൊണ്ടുവരിക എന്ന് പറയുന്നത്, അതിൽ ഒരുപാട് എഫേർട്ട് ഉണ്ട്. അതില് ഒരുപാട് പേര്, അതായത് ഇപ്പൊ ഡയറക്ടേഴ്സ്, ഫോട്ടോഗ്രാഫർ, അതുപോലെ ടെക്നീഷ്യൻസ്, എല്ലാവരും അവിടെ നിന്ന് ഒത്തൊരുമയായിട്ട് പ്രവർത്തിക്കേണ്ട കാര്യം. അപ്പം ഓരോ വ്യക്തികളുടെ കാര്യവും എടുത്ത് ഓരോന്നായിട്ട് ചെയ്യാൻ ചിലപ്പോൾ പറ്റില്ല എന്നായിരിക്കാം. പക്ഷെ അതായത് നമ്മള് ഒരു നേതൃത്വ സ്ഥാനത്ത് നിന്ന് ചെയ്യുമ്പോൾ ഇപ്പൊ നമുക്ക് അസിസ്റ്റൻസ് ഉണ്ടാവാം. അപ്പം നമ്മളൊരു നമുക്കൊരു സിനിമ കിട്ടിക്കഴിഞ്ഞാൽ അതിന്റെ ക്യാരക്ടറും കാര്യങ്ങളും നമ്മൾ ഡിസൈൻ ചെയ്തിട്ട് അവരുടെ ഹെയർ സ്റ്റൈൽ, അവരുടെ മേക്കപ്പ്
നേരത്തെ തന്നെ ഡിസ്കസ് ചെയ്തിട്ടാണ് നമ്മൾ ഓൾറെഡി സിനിമ തുടങ്ങുന്നത്, സെറ്റിലേക്ക് വരുന്നത്. അപ്പൊ നമ്മൾക്ക് ആവശ്യമായ മെറ്റീരിയൽസ് എല്ലാം അത് നമുക്ക് കിട്ടേണ്ടതുണ്ട്. നമ്മുടെ ഒപ്പം തന്നെ നിന്ന് പ്രവർത്തിക്കേണ്ടവരാണ് നമ്മുടെ അസിസ്റ്റൻസ്. അത് ഒരു സിനിമയില് ഒരു സെറ്റ് ഓഫ് അസിസ്റ്റൻസ് ആയിരിക്കാം, അതല്ലെങ്കിൽ അടുത്ത സെറ്റിൽ വേറെ ഒരാളായിരിക്കും. അപ്പൊ അവരും കൂടി നമ്മളോട് സപ്പോർട്ട് ചെയ്ത് നിന്നാൽ മാത്രമേ, എനിക്ക് ഒറ്റയ്ക്ക് ഒരു പക്ഷെ ചെയ്യാൻ പറ്റില്ല ഒരു മൂവി. അപ്പം ഒരു സ്ത്രീ എന്ന നിലയ്ക്ക് ഞാൻ ഈ രംഗത്തേക്ക് കടന്നു വന്നപ്പം എനിക്ക് എന്റെ കൂടെ നിൽക്കുന്നവരെ കൊണ്ടിട്ടാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് ഞാൻ അനുഭവിച്ചിട്ടുള്ളത്. അതൊരു കാലഘട്ടം, അതായത് ഞാൻ ഫെഫ്കയുടെ മെമ്പർ ആയതിനു ശേഷം എനിക്ക് യാതൊരു വിധത്തിലുള്ള ബുദ്ധിമുട്ടും എനിക്ക് ഉണ്ടായിട്ടില്ല. 2022 വരെയുള്ള ഒരു കാലഘട്ടം എന്ന് പറയുന്നത് ഞാൻ ഒരുപാട് പ്രശ്നങ്ങളിലൂടെ കടന്നു പോയിട്ടുണ്ട്. അതിലധികം, അതായത് കൂടുതലായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ മെന്റൽ ഹറാസ്മെന്റ് എന്ന് പറയുന്നത്, അതായത് ഒരു സിനിമ തുടങ്ങി അത് തീരുന്നത് വരെ നമുക്ക് സ്ട്രെസ് ആണ്. ഇത് തീർക്കണമല്ലോ, കൂടെ നിൽക്കുന്നവരെ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നില്ല, പല പല വിഷയങ്ങളിലൂടെ കടന്നു പോകുന്നു എന്നൊക്കെ ഉള്ളത്. അതായത് നമ്മൾ ക്രിയേറ്റീവായിട്ട് ചിന്തിച്ച് ഒരു കാര്യം ചെയ്യുമ്പോൾ അതല്ല അങ്ങനെയല്ല എന്നൊക്കെ പറഞ്ഞ് നമ്മൾ അതിൽ നിന്ന് വ്യതിചലിപ്പിക്കുന്ന ഒരു അവസരം ഉണ്ടായാൽ എനിക്ക് ഇത് ക്ലിയർ ആവാൻ വേണ്ടി ഒന്നുകൂടെ ഞാൻ ചോദിക്കണം, ഈ കൂടെ നിൽക്കുന്നവർ എന്ന് പറയുമ്പോൾ അവർ എങ്ങനെയാണ് ഇടപെടൽ നടത്തുന്നതെന്നൊന്ന് വ്യക്തമാക്കി പറയാമോ? അതായത് ഇപ്പൊ ഞാനൊരു സിനിമ കമ്മിറ്റ് ചെയ്തു, എന്റെ കൂടെ 3-4 അസിസ്റ്റൻസ് ഉണ്ടാവും, ഹെയർ സ്റ്റൈലിസ്റ്റ് ഉൾപ്പെടെ. അപ്പം അവരാരും സ്ക്രിപ്റ്റ് വായിച്ചിട്ടുണ്ടാവില്ല. നമുക്ക് ഓരോ ദിവസത്തെ കാര്യം നരേറ്റ് ചെയ്ത് കൊടുക്കാനേ പറ്റുള്ളൂ. അപ്പൊ നമുക്കറിയാം ഒരു ക്യാരക്ടർ എങ്ങനെ വിഷ്വലിൽ കൊണ്ടുവരണം എന്നുള്ളത്. അപ്പൊ ഓരോരുത്തരുടെ കാര്യങ്ങൾ നമ്മൾ അവർ പറഞ്ഞ് ഏൽപ്പിക്കുകയോ ചെയ്യുക, നിങ്ങൾ അത് ചെയ്തോളണം, അതാണ് അതിന്റെ കണ്ടിന്യൂറ്റി എന്ന് പറയുമ്പോൾ ഇതുവരെ വ്യക്തമായി മനസ്സിലാക്കാനിട്ടോ അല്ലെങ്കിൽ ആ വർക്ക് എന്താ പറയാ അതിലെന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടാക്കാനോ വേണ്ടിയിട്ടാണ് പലപ്പോഴും ശ്രമിച്ചിട്ടുള്ളത്. അപ്പൊ അവിടെ അതൊരു പ്രശ്നമായി മാറുവാണ്. കാരണം ഡയറക്ടറായാലും ക്യാമറമാനായാലും എന്നോടാണ് ചോദിക്കുന്നത്, അതിന്റെ കണ്ടിന്യൂറ്റി വ്യത്യാസം ഉണ്ടല്ലോ, അല്ലെങ്കിൽ അതെങ്ങനെയല്ലല്ലോ നമ്മൾ ഡിസൈൻ ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പൊ നമ്മളത് അവരെ പറഞ്ഞു മനസ്സിലാക്കുമ്പോൾ അവര് പറയുന്ന കാര്യം നിങ്ങൾക്കൊന്നും അറിയില്ല, ഞങ്ങൾക്ക് അറിയാം, ഞങ്ങൾ കുറെ വർക്ക് ചെയ്തതാണ് എന്ന് പറഞ്ഞുകൊണ്ടിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പിന്നെ പറഞ്ഞു കഴിഞ്ഞാല് എന്റെ ആദ്യത്തെ സിനിമ മലയാളത്തിൽ ഞാൻ 2017 ആദ്യമായിട്ട് മലയാള സിനിമ ചെയ്യുന്നത്. അതിനു മുന്നേ അന്യഭാഷ ചിത്രങ്ങളാണ് ഞാൻ കൂടുതലും ചെയ്തിട്ടുണ്ടായിരുന്നത്. എന്റെ ആദ്യത്തെ സിനിമ പോലും എനിക്ക് വളരെയധികം പേടിപ്പെടുത്തുന്ന അനുഭവങ്ങളിലൂടെയാണ് ഞാൻ കടന്നു പോയിട്ടുള്ളത്. എത്രയോ സ്ത്രീകൾ അതിൽ ഒരുമിച്ച് പ്രവർത്തിച്ചിരുന്നു എന്നുള്ളതും എനിക്കത് അഭിമാനമാണ്. പക്ഷെ എങ്കിൽ കൂടിയും ആ ഒരു അത്രയും ദിവസം ആ സെറ്റില് എനിക്ക് ഉണ്ടായ ബുദ്ധിമുട്ട് ചെറുതല്ല. മറ്റേ ബുദ്ധിമുട്ടുകൾ എന്തൊക്കെയാണ്? പ്രധാനമായും അതാണ് അറിയേണ്ടത്. പ്രത്യേകിച്ച് ആദ്യത്തെ സിനിമയിൽ തന്നെ അങ്ങനെ വരുമ്പോഴേക്കും ആ ബുദ്ധിമുട്ടുകൾ എന്തൊക്കെയായിരുന്നു, എന്തൊക്കെയാണ് നേരിടേണ്ടി വന്നത്? അതായത് സിനിമ തുടങ്ങുന്നതിന് ഒരു 10 ദിവസം മുന്നേ തന്നെ ഞങ്ങള് സെറ്റിൽ ചെന്നിരുന്നു. എല്ലാ ടെക്നീഷ്യൻസും ഉണ്ടായിരുന്നു. അപ്പം അതായത് ഈ സിനിമയിലേക്ക് ഞാൻ പോകുന്നതിന് മുന്നേ തന്നെ നമ്മുടെ ഒരു ടീമിനെ ഞാൻ സെറ്റ് ചെയ്തു. എന്റെ ബാഗൊക്കെ പാക്ക് ചെയ്ത് ഇറങ്ങാൻ നേരം ആയപ്പോഴാണ് എനിക്ക് കോൾ വരുന്നത്. ഈ അസിസ്റ്റന്റ് ആയിട്ട് എന്റെ അസോസിയേറ്റ് ആയിട്ട് നിൽക്കുന്ന ഒരാളുണ്ടായിരുന്നു. പുള്ളി വിളിച്ചിട്ടും പറഞ്ഞു, എനിക്ക് പെർ ഡേ 3500 രൂപ തന്നാലേ എനിക്ക് വരാൻ പറ്റത്തുള്ളൂ. ഈ അസിസ്റ്റൻസിന്റെ യൂണിയൻ ബാറ്റയാണ് നമ്മൾ ഓൾറെഡി പ്രൊഡക്ഷനിൽ നിന്ന് കൊടുക്കുന്നത്. അപ്പോ 3500 രൂപ എന്ന് പറയുന്നത് എനിക്ക് പോലും അത്രയും ബാറ്റ ഇല്ല, എനിക്ക് പോലും അത്രയും കിട്ടില്ല. അപ്പോഴാണ് എന്റെ അസോസിയേറ്റ് പറയുന്നത് എനിക്ക് ഇത്രയും വേണം. അപ്പം അത് നടക്കില്ല അത്. അപ്പം ഞാൻ പറഞ്ഞു പറ്റത്തില്ല, കാരണം ഓൾറെഡി ഒരു യൂണിയൻ ബാറ്റ ഉണ്ട്, അപ്പൊ അതനുസരിച്ച് അവർക്ക് തരാൻ പറ്റത്തുള്ളൂ. അങ്ങനെ അവർ വന്ന് ശരിയാണ്, ഞങ്ങളുടെ ടീം വരുന്നില്ല. ഞാൻ ലൊക്കേഷനിലേക്ക് പോകാൻ ഏതാണ്ട് 2 മണിക്കൂറേ അവശേഷിക്കുന്നുള്ളൂ. എനിക്കാണെങ്കിൽ നല്ലൊരു വലിയൊരു ട്രാവലും ഉണ്ട്. അങ്ങനെ ആ ഒരു പ്രതിസന്ധിയിൽ ഞാൻ ഒന്ന് ഇടപെട്ട് ചോദിക്കുകയാണ്, മിറ്റ അത് ഒരു സ്ത്രീ ആയതുകൊണ്ടാണോ അതോ നവാഗത ആയതുകൊണ്ടാണോ, പുതിയ സിനിമ ചെയ്യുന്നത് കൊണ്ടാണോ, അതോ ഈ സാഹചര്യങ്ങളെ കുറിച്ച് അറിഞ്ഞുകൂടാത്തത് കൊണ്ടാണോ, എന്താണത്? സാഹചര്യങ്ങളെ കുറിച്ച് അറിയാഞ്ഞിട്ടാണെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അവര് എത്രയോ നാളായിട്ട് വർക്ക് ചെയ്യുന്നവരാ. അപ്പൊ അവർക്കറിയാം ഒരു ബാറ്റ് എത്രയാണ് കിട്ടേണ്ടതെന്നുള്ളത്. അവർക്ക് അതിൽ നിന്ന് ഒഴിഞ്ഞുമാറാൻ തന്നെയായിരുന്നു. മനഃപൂർവ്വം ഒരു പ്രതിസന്ധി ഉണ്ടാക്കുക എന്നുള്ളതാണ് അല്ലെ? അതെ. അപ്പൊ ആ പ്രതിസന്ധി സൃഷ്ടിച്ച ശേഷം പിന്നെ നടന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് എനിക്കൊരു കോള് വരുവാണ്, മിക്ക അസിസ്റ്റൻസ് ഒക്കെ ആയോ എന്നുള്ളത്. അപ്പം നമ്മളൊരു ലൊക്കേഷനിലേക്ക് ഇറങ്ങാൻ നിൽക്കുന്ന സമയത്ത് തന്നെ അങ്ങനെ ഒരു കോള് വരിക എന്ന് പറയുമ്പോൾ അതിലൊരു ചെറിയൊരു ഇതുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു ഇല്ല സാർ, എനിക്ക് ഞാനിങ്ങനെ പ്രതിസന്ധിയിൽ നിൽക്കുവാണ്, പെട്ടെന്ന് തന്നെ ഒരു ടീമിനെ സെറ്റ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നടക്കില്ല. കാരണം
അതുവരെയും എന്റെ ടീം എന്ന് പറയുന്നത് ചെന്നൈയിൽ നിന്നും മുംബൈയിൽ നിന്നുമാണ് ഞാൻ കുട്ടികളെ എന്റെ അസിസ്റ്റൻസ് ആയിട്ട് വിളിച്ചിരുന്നത്. മലയാള സിനിമയല്ല എന്ന് കരുതിയിട്ട് ഞാൻ ഇവിടെ നിന്ന് തന്നെയാണ് ആളുകളെ സെറ്റ് ചെയ്തത്. അപ്പൊ അതിനു മുന്നേ ചെയ്ത എല്ലാ പടങ്ങളും തന്നെ ചെന്നൈയിൽ നിന്നും മുംബൈയിൽ നിന്നുള്ള എന്റെ തന്നെ, ഞാൻ മുംബൈ യൂണിയന്റെ ഭാഗമാണ്. അപ്പൊ ആ യൂണിയനിൽ തന്നെയാണ് ഞാൻ കുട്ടികളെ എടുത്തിരുന്നത്. അപ്പൊ ഈ രണ്ടും അപ്പൊ അവര് എനിക്ക് വന്ന കോളിൽ പറഞ്ഞു, ഓക്കെ മിറ്റ ഡോൺ വറി, നമ്മളൊരു സെറ്റ് ഓഫ് അസിസ്റ്റൻസിനെയും ഹെയർ സ്റ്റൈലിസ്റ്റിനെയും അയക്കാം, അപ്പം ഒന്നും പേടിക്കണ്ട, ടെൻഷൻ അടിക്കണ്ടെന്ന്. ആ ഒരു തിരക്കിൽ ഞാൻ ചിന്തിച്ചില്ല ഈ കോളിന്റെ ഒരു പ്രസക്തിയും പെട്ടെന്ന് തന്നെ ഒരു ടീമിനെ സെറ്റ് ചെയ്ത് 2 മണിക്കൂറിൽ തരാമെന്നൊക്കെ പറഞ്ഞതിൽ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടോ എന്ന് ചിന്തിക്കാനായിട്ട് ആ സമയത്ത് എനിക്ക് സാധിച്ചില്ല. കാരണം കേരളത്തിലെ പല കാര്യങ്ങളും അത്രയും എനിക്ക് അറിവില്ല. അങ്ങനെ ഒരു 2 മണിക്കൂറിനുള്ളിൽ എല്ലാവരും വരുന്നു, ഞങ്ങൾ ഇവിടുന്ന് പുറപ്പെടുന്നു. സെറ്റിൽ ചേർന്ന ശേഷം നമ്മൾ ട്രയലും കാര്യങ്ങളൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ ആദ്യം മുതൽ തന്നെ എനിക്ക് തോന്നി നമ്മളവിടെ ചെന്നിട്ട് നമ്മളിതിലൂടെ ഇങ്ങനെയാണ് ഇത് ചെയ്യേണ്ടത്, കാര്യങ്ങൾ നമ്മളിങ്ങനെ ഡിസൈൻ ചെയ്ത് വെച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ ഇവരതിനെ ഒപ്പോസ് ചെയ്യുക, അതിനെ എതിർക്കുക. അതെങ്ങനെ പറ്റും? കാരണം ഓരോ മൂവിയും എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു പരീക്ഷണം അല്ലെങ്കിൽ റിസർച്ചാണ്. കാരണം നമ്മൾ ഒരിക്കൽ ചെയ്തതല്ല വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നത്. ഞാൻ എന്റേതായ ഒരു ക്രിയേറ്റിവിറ്റി എന്തെങ്കിലും അതിനെ ഉൾപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ്. അങ്ങനെ ഒരു 2-3 days ആയി കഴിഞ്ഞപ്പം എനിക്ക് മനസ്സിലായി ഇത് എന്താ പറയാ, വളരെയധികം നമുക്ക് സ്ട്രെസ് ഉണ്ടാക്കുന്നുണ്ട്. നമ്മൾ പറയുന്ന രീതിയിലല്ല അവര് പോകുന്നത്. അപ്പൊ ഇത് ഞാൻ മാത്രമല്ല കൂടെയുള്ളവര് നോട്ട് ചെയ്യുന്നുണ്ട്. അപ്പം പ്രൊഡക്ഷനിൽ നിന്ന് 4-ാം ദിവസം എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, നമുക്കൊരു കാര്യം ചെയ്ത് ടീമിനെ മാറ്റണം, അവര് മൊത്തത്തിൽ നമുക്കത് ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. എനിക്കത് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. അപ്പൊ അത് മൊത്തത്തിൽ എല്ലാവരുടെയും ഒരു തീരുമാനമായിരുന്നു. അപ്പം എന്റെ കൂടെ വന്ന ഹെയർ സ്റ്റൈലിസ്റ്റ് ഉണ്ട്, ഞാൻ അവരെ വിളിച്ചിട്ട് പറഞ്ഞു, കാരണം ഇങ്ങനെ ചെറിയ പരാതികൾ കേൾക്കുന്നുണ്ട്, സിനിമ തുടങ്ങിയിട്ടില്ല, ഇനിയും 5 ദിവസം കൂടി എടുക്കും സിനിമ തുടങ്ങാനായിട്ട്. അപ്പൊ അതുകൊണ്ട് ഇതുവരെയുള്ള നിങ്ങളുടെ പേയ്മെന്റ് പ്രൊഡക്ഷൻ തരാൻ തയ്യാറാണ്. എന്റെ മാത്രം തീരുമാനം അല്ല അത്. കാരണം ഇനിയും ഒരു 10-60 ദിവസം നമുക്ക് ഒരുമിച്ച് വർക്ക് ചെയ്യേണ്ടതുണ്ട്. അപ്പൊ നമ്മളിപ്പം നിൽക്കാൻ പറ്റുന്നില്ല എങ്കിൽ നിങ്ങൾക്ക് ഇതിന് അതായത് പൈസ മേടിച്ചിട്ട് നിങ്ങൾക്ക് പോവാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ നിൽക്കാം. ആ 2 ഓപ്ഷനാണ് ഞാൻ പറഞ്ഞത്. എന്റെ മാത്രം തീരുമാനം അല്ല എന്ന് കൂടി ഞാൻ പറഞ്ഞിരുന്നു. അല്ല മറ്റേ ഒരു കാര്യം ചോദിക്കുകയാണ്, ഇപ്പോൾ പ്രത്യേകിച്ച് ഈ അവസരങ്ങൾ കിട്ടുന്നത് സംബന്ധിച്ചിടത്തോളം നമ്മൾ ഈ മേക്കപ്പ് തന്നെ നമ്മളിപ്പോൾ ആദ്യം തന്നെ സിനിമകളിൽ എഴുതി കാണിക്കുന്ന സമയത്ത് വരുന്ന ഒരു പേരുകളിലാണെന്നല്ലോ. പക്ഷേ ഈ ഗ്രൂപ്പായിട്ടുള്ള ഈ ആളുകളുടെ പേരുകളൊന്നും കാണുന്നില്ല. നമ്മൾ ഈ ഒരു അസിസ്റ്റൻസിനെ എടുത്ത് നോക്കിയാൽ പോലും, അല്ലെങ്കിൽ അങ്ങനത്തെ അവരുടെ പേരുകൾ, പ്രധാനമായും അവരുടെ പേരുകളൊന്നും കാണാതെ ഒരു പേരിലൊക്കെ ചുരുങ്ങാറുണ്ട്. ഈ ഒരു അംഗീകാരമില്ലായ്മ അങ്ങനെ ഒരു സംഭവം സെറ്റിൽ മാത്രമല്ല പ്രേക്ഷകരിലേക്ക് എത്തുന്നതുണ്ടോ? അല്ല, ആദ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ മെയിൻ ആയിട്ടുള്ള അവരുടെയാണ് പേരുകൾ സിനിമ തുടങ്ങുമ്പോൾ എഴുതി കാണിക്കുന്നത്. അതിനുശേഷം അവസാനം തന്നെ ഓരോ ഡിപ്പാർട്ട്മെന്റിലെയും വർക്ക് ചെയ്ത എല്ലാ അസിസ്റ്റന്റിന്റെ പേരടക്കം അവർ എഴുതി കാണിക്കുന്നുണ്ട്. അത് സിനിമ കഴിയുമ്പോൾ തന്നെ ഇറങ്ങിപ്പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നില്ല. എല്ലാവരും ആരൊക്കെ അതിന് വർക്ക് ചെയ്തിട്ടുണ്ടോ അവരെല്ലാവരും തന്നെ, ഇപ്പൊ മേക്കപ്പ് ഡിപ്പാർട്ട്മെന്റ്, ആർട്ട് ഡിപ്പാർട്ട്മെന്റ്, കോസ്റ്റ്യൂം ഡിപ്പാർട്ട്മെന്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കൂടെ വർക്ക് ചെയ്ത എല്ലാവരുടെ പേരുകൾ പ്രത്യേകമായി എഴുതി കാണിക്കാറുണ്ട്. ആരെയും അങ്ങനെ ഒഴിവാക്കിയ ചരിത്രം എനിക്കതറിയില്ല. എന്റെ കൂടെ വർക്ക് ചെയ്ത എല്ലാവരും പേരങ്ങനെ വന്നിട്ടുണ്ട്. ശരി, മിറ്റ പറഞ്ഞു നിർത്തിയത് ഇതിപ്പോ ഒരു വ്യക്തിയുടെ ആണോ, ഒരു വ്യക്തിയാണോ ഇതിന് പിന്നിൽ പ്രവർത്തിച്ചത്, അതൊരു ഗ്യാങ് ആയിരുന്നു? ഞാൻ ചോദിക്കുന്നത് മിറ്റ അതൊരു വ്യക്തിയാണ്. അത് പോയി. അപ്പം എനിക്ക് തോന്നിയെന്ന് വെച്ച് കഴിഞ്ഞാല് ഈ ഒരു ഡിപ്പാർട്ട്മെന്റിലേക്ക് ഞാൻ ആദ്യമായിട്ട് കടന്നു വന്നൊരു സ്ത്രീയാണ്. അപ്പൊ അവർക്ക് എന്തെങ്കിലും തരത്തിലുള്ള ഒരു ഈഗോ എന്നോട് ഉണ്ടായി കാണണം, അല്ലെങ്കിൽ അങ്ങനെ ഒരു പ്രശ്നം വരില്ല. പിന്നെ എനിക്ക് ഇവരെ തന്ന എന്റെ ഒരു ഇതുണ്ടല്ലോ, മെന്റർ ഉണ്ടല്ലോ. അപ്പൊ എനിക്ക് തോന്നിയെന്ന് വെച്ചാല് അവര് പറയുന്നത് അവർ കേൾക്കുന്നുള്ളൂ. കാരണം ഇത് പെട്ടെന്ന് ഒരു സുപ്രഭാതത്തില് ഇതിനുവേണ്ടി കാത്തിരുന്നു, അതിനുശേഷം എന്തെങ്കിലും ഒരു പ്രശ്നം അവിടെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് അവരത് ചെയ്തതെന്നുള്ളൊരു തോന്നൽ എനിക്കുണ്ടായി. പരാതി എന്തെങ്കിലും ആർക്കെങ്കിലും എവിടെയെങ്കിലും കൊടുക്കുകയോ അങ്ങനെ എന്തെങ്കിലും ചെയ്തിരുന്നോ? അല്ല, അതിനുശേഷം സംഭവിച്ച കാര്യമാണ് എനിക്ക് ബുദ്ധിമുട്ടുണ്ടായത്. അവര് പോയ ഉടനെ തന്നെ ഞാൻ ബോംബെയിലേക്ക് വിളിച്ചു. അങ്ങനെ എന്റെ കൂടെ വർക്ക് ചെയ്തൊരു കുട്ടീനെ ഞാൻ വിളിപ്പിച്ചു എന്റെ കൂടെ വർക്ക് ചെയ്യാനായിട്ട്. ആ കുട്ടി വന്നു, അങ്ങനെ വർക്ക് സ്റ്റാർട്ട് ചെയ്തു. പക്ഷെ സിനിമ തുടങ്ങി 2-ാം ദിവസം തന്നെ എന്നെ കുറിച്ച് നല്ല രീതിയിലുള്ള ഒരു സൈബർ ആക്രമണം ഫേസ്ബുക്കില്. അന്ന് ഇൻസ്റ്റ അത്രയും ഇതല്ല, ഒരുപാട് ആളുകളില്ല. ഫേസ്ബുക്കില് എന്നെയും എന്റെ കുട്ടികളുടെയും ഹസ്ബൻഡിന്റെയും ഫോട്ടോ വെച്ചിട്ട് കുറെ അധികം മോശമായിട്ടുള്ള കാര്യങ്ങളാണ് പിന്നെ ആ സ്ത്രീ എഴുതി ഇട്ടത്. അതായത് 1 മാസത്തോളം എനിക്ക് ഫോൺ തുറക്കാൻ പറ്റുന്നുണ്ടായില്ല. പിന്നെ ഞാൻ
നിന്ന സ്ഥലം എന്ന് വെച്ച് കഴിഞ്ഞാല് നെറ്റ്വർക്ക് കുറച്ച് ഇല്ലാത്തൊരു സ്ഥലമായിരുന്നു. എന്ത് തന്നെയാലും ഞാൻ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്തു. ഒരു 30 ദിവസത്തേക്ക് ഫോൺ പിന്നെ ഞാൻ തുറന്നിട്ടില്ല. കാരണം ഓരോ ദിവസവും ഇതുപോലുള്ള ഞാൻ തുറക്കുമ്പോൾ ഇതാ മുഴുവൻ കാണുന്നത്. ഒരുപാട് കോൾസ് എനിക്ക് വരുന്നു. മറ്റേ വാട്ട്സ് ഹാപ്പനിങ് ദെയർ, സേഫ് ആണ്, ഇങ്ങനെയൊക്കെ കുറെ കാര്യങ്ങൾ ഞങ്ങൾ അറിയുന്നുണ്ടല്ലോ, എന്താണ് അവിടെ സംഭവിക്കുന്നത്. അപ്പൊ ഞാൻ ആർക്കും മറുപടി കൊടുത്തില്ല. കാരണം എനിക്ക് വല്ലാത്തൊരു ഭയം തോന്നി തുടങ്ങി. വെച്ചാല് എന്റെ കുട്ടികളും എന്റെ വീട്ടിൽ നിന്ന് എല്ലാവരും വിളിച്ചിട്ട് പറഞ്ഞു, ഒരിക്കലും ഇതൊന്നും ക്വിറ്റ് ചെയ്യരുത്, എന്തൊക്കെ വിഷയം ഉണ്ടെങ്കിലും ഇതിൽ ഉറച്ചു നിൽക്കണം. എന്റെ ആദ്യത്തെ മലയാളം മൂവിയാണ്. എന്ത് പ്രശ്നം ഉണ്ടായാലും, കാരണം ഇതൊരു വലിയൊരു നല്ല ടീമാണ്. അപ്പൊ എന്തൊക്കെ പ്രതിസന്ധി ഉണ്ടായാലും അത് മിണ്ടാതിരിക്കുക, നീ ഇതിന്റെ വർക്ക് ചെയ്യുക, ഫോൺ തുറക്കണം. 1 മന്തോളം അതങ്ങനെ പോയി. 1 മാസം കഴിഞ്ഞ് കഴിഞ്ഞപ്പോ ഞാൻ പ്രതികരിക്കുന്നില്ല എന്ന് തോന്നി കഴിഞ്ഞപ്പോൾ അവർ ആ ഫേസ്ബുക്ക് ഐഡിയും കളഞ്ഞിട്ട് അവര് ആ പരിപാടി നിർത്തി. അപ്പൊ ഇതിന്റെ ഇടയിൽ എന്നോട് ഒരുപാട് പേര് പറഞ്ഞു, എറണാകുളത്ത് ചെന്നിട്ട് കമ്മീഷൻ ഓഫീസിൽ ചെന്ന് കംപ്ലൈന്റ് ചെയ്യൂ, കാരണം ഇത് ശരിയായ ഒരു നടപടിയല്ല. എന്നെ മാത്രമല്ലല്ലോ, എന്റെ കൊച്ചു കുട്ടികളെയും ഹസ്ബൻഡിനെയും ഫാമിലിയിലും മൊത്തം ഫോട്ടോ എല്ലാം, ഇതായത് ഫേസ്ബുക്കിലൊക്കെ പല ഫോട്ടോസ് എടുത്തിട്ടാണ് ഇവരിതിനെ കുറിച്ച് എഴുതി വെച്ചിരുന്നത്. അപ്പൊ ഞാൻ ചിന്തിച്ചൊരു കാര്യം, എന്റെ ഒരു സ്വപ്നമായിരുന്നു ഈ ഒരു പ്രൊജക്ട് എന്ന് പറയുന്നത്. അപ്പോ ചെറിയ ഡിസ്റ്റർബൻസ് പോലും എനിക്ക് വരണ്ട, അവരെന്താന്ന് വെച്ചാൽ അവർ ചെയ്തോട്ടെ. പിന്നെ ഞാൻ അന്ന് ഇവിടുത്തെ ഫെഫ്കയുടെ മെമ്പർ അല്ല ഞാനന്ന്. അപ്പൊ എനിക്ക് പോയി പരാതിപ്പെടാനായിട്ടുള്ള സ്പേസ് എന്ന് പറഞ്ഞത് മുംബൈ യൂണിയനാണ്. അപ്പൊ കേരളത്തിലെ ഒരു പ്രശ്നം അവരന്ന് അങ്ങനെയാണ്, അത്രയും ഇതായിട്ടുള്ളതാണ്. അപ്പൊ അവര് പറഞ്ഞത് ഞാൻ വിളിച്ചിരുന്നു അവർക്കത് കൈകാര്യം ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ട്. ഒരുപക്ഷെ ഞാനന്നൊരു ഫെഫ്കയുടെ മെമ്പർ ആയിരുന്നെങ്കിൽ ഇങ്ങനെ ഒരു പ്രശ്നം വരില്ലായിരുന്നു. സംഘടനയുടെ ഭാഗമല്ലാതെ പ്രശ്നങ്ങളാണ് എന്നുള്ളത് ഞങ്ങൾക്ക് വ്യക്തമാണ്. മിറ്റ, എന്തായാലും ഇത്തരത്തിലുള്ള, അതായത് ലൈംഗികാരോപണം, അത്തരത്തിലുള്ള പരാതികൾക്കിടയിൽ നിങ്ങൾ അനുഭവിച്ച മാനസിക പീഡനം അത് അത്രത്തോളം തന്നെ വലുതാണെന്ന് ഞങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ട് മിറ്റയുടെ വാക്കുകളിൽ നിന്നും. എന്തായാലും ഞങ്ങൾക്കൊപ്പം ചേർന്നതിന് എല്ലാ പ്രശ്നങ്ങൾക്കും ഒരു പരിഹാരം ഉണ്ടാകും, എല്ലാ പ്രശ്നങ്ങളും മറനീക്കി പുറത്തു വരും, നടപടികൾ ഉണ്ടാകുമെന്ന് ഞങ്ങളും പ്രതീക്ഷിക്കുന്നു, ആഗ്രഹിക്കുന്നു. വളരെയധികം നന്ദി ഞങ്ങൾക്കൊപ്പം ചേർന്നതിന്. താങ്ക് യു സോ മച്ച്. നന്ദി മിറ്റ. നമുക്ക് മറ്റു വാർത്തകളിലേക്ക് പോകാം അല്ലേ? മാലിന്യം ശാസ്ത്രീയമായി സംസ്കരിച്ച പൊതു ഇടങ്ങളിൽ പൂന്തോട്ടം നിർമ്മിച്ച് സംരക്ഷിക്കുകയാണ് പന്തളം നഗരസഭ. വർഷങ്ങളായി മാലിന്യ നിക്ഷേപ കേന്ദ്രമായ നഗരസഭയുടെ സ്ഥലങ്ങളിലാണ് നഗരസഭാ ചെയർപേഴ്സൺ സുശീല സന്തോഷിന്റെ നേതൃത്വത്തിലുള്ള ഭരണസമിതി ബന്ദിപ്പൂ കൃഷി ചെയ്ത് മനോഹരമാക്കിയിരിക്കുന്നത്. പത്തനംതിട്ടയിൽ നിന്നും ശശിനാരായണന്റെ റിപ്പോർട്ട് കാണാം. മാലിന്യ നിക്ഷേപ കേന്ദ്രമായ പന്തളം നഗരസഭയുടെ സ്ഥലത്താണ് ഞാൻ നിൽക്കുന്നത്. ഇന്നിവിടെ മനോഹരമായ പൂന്തോട്ടം കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. ബന്ദിപ്പൂവാണ് കൃഷി ചെയ്തിരിക്കുന്നത്. മാലിന്യങ്ങളെല്ലാം നീക്കം ചെയ്തതിനു ശേഷം ഈ പ്രദേശം വൃത്തിയാക്കി പൂന്തോട്ടമാക്കി നഗരസഭ മാറ്റിയിരിക്കുന്നു. നഗരസഭ ചെയർപേഴ്സൺ നമ്മളോടൊപ്പം ചേരുകയാണ്. എങ്ങനെയാണ് ഇങ്ങനൊരു സംരംഭത്തിന് തുടക്കം കുറിച്ചത്? ഞങ്ങൾ ഈ ഭരണസമിതി വരുന്ന സമയത്ത് ഇവിടെ മുഴുവനും നമുക്ക് മൂക്ക് പൊത്താതെ നിൽക്കാൻ പറ്റാത്ത രീതിയിൽ മാലിന്യം നിറഞ്ഞൊരു സ്ഥലമായിരുന്നു. അപ്പോൾ ഏകദേശം ഒരു 2 ആൾ കിളരത്തിൽ തന്നെ മാലിന്യ കൂമ്പാരമായിരുന്നു. അപ്പോൾ അതെല്ലാം നമ്മൾ ഇവിടുത്തെ കണ്ടിജന്റ് വർക്കേഴ്സിനെ കൊണ്ട് നീക്കം ചെയ്താണ് ഈ പ്രദേശം ഇത്ര മനോഹരമാക്കി മാറ്റിയത്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, മാലിന്യ സംസ്കരണം ഏറ്റവും അത്യന്താപേക്ഷിതമായ ഒരു സാഹചര്യമാണ് ഇനിയുള്ള തലമുറകളുടെ ജീവിതത്തിൽ. അപ്പോൾ മാലിന്യ സംസ്കരണം വളരെ ശ്രദ്ധ കൊടുത്ത് തന്നെ മുന്നോട്ട് പോകണമെന്ന് ഭരണസമിതി തീരുമാനിക്കുകയും അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഇവിടെ ഈ പൂന്തോട്ടം ഉൾപ്പെടെയുള്ളത് ഒരു പരീക്ഷണാർത്ഥമാണ് ഞങ്ങളിപ്പോൾ ഇത് ചെയ്തിട്ടുള്ളത്. ഇനിയും വരും വർഷങ്ങളിൽ കൂടുതൽ കാര്യങ്ങളൊക്കെ ഇതിനെ സംബന്ധിച്ച് ചെയ്യാനുള്ള. എന്തൊക്കെ കൃഷികളാണ്? പൂന്തോട്ടമല്ലാതെ മറ്റ് കൃഷി? വഴുതനങ്ങ കൃഷി ചെയ്യുന്നുണ്ട്, അതുകൂടാതെ പച്ചമുളക് തുടങ്ങി പല പച്ചക്കറി ഇനങ്ങളെല്ലാം ഇവിടെ കൃഷി ചെയ്യുന്നുണ്ട്. ഒപ്പം ഞങ്ങൾ ഈ പ്രാവശ്യം ഒരു ബന്ദിപ്പൂ കൃഷി, അതുകൂടാതെ ചെറിയ രീതിയിൽ തന്നെ സൂര്യകാന്തിയുടെ ഒരു വിത്തുകൾ ഞങ്ങൾ നട്ടിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഇനിയും വരും വർഷങ്ങളിൽ കൂടുതലായിട്ട് വിപുലപ്പെടുത്തണം. നഗരസഭയുടെ മറ്റു വാർഡുകളിൽ ഇങ്ങനെ ഉണ്ട്. അതായത് 33-ാം വാർഡില് ഇതേപോലെ തന്നെ, അതായത് എൻ്റെ വാർഡാണ്, ഞാൻ 1-ാം വാർഡ് കൗൺസിലറും ഞാനും കൂടി അവിടെ ഒരു ഇതേപോലെ ക്രമീകരിച്ചുകൊണ്ട് ഇതുപോലെ വിളവെടുക്കത്തക്ക രീതിയിൽ അതും ആയി നിൽക്കുകയാണ്. വലിയ മാലിന്യം നിറഞ്ഞൊരു പ്രദേശമാണ്. വൈസ് ചെയർപേഴ്സൺ ഈ നാട്ടുകാരും അതുപോലെ തന്നെ ഭരണസമിതിയുടെ തലത്തിലാണ് നടത്തുന്നത്. എങ്ങനെയുണ്ട് ആളുകളുടെ ഇപ്പം സമീപത്തെ കടകൾ വ്യാപാരികളൊക്കെ എങ്ങനെയാണ്? തീർച്ചയായിട്ടും ആൾക്കാരിൽ നിന്ന് നല്ല അഭിപ്രായം തന്നെയാണ്. കാരണം മൂക്ക് കുത്താൻ പറ്റാത്ത അവസ്ഥയിലായിരുന്നു ഇവിടേക്ക് ആൾക്കാർ വന്നുകൊണ്ടിരുന്നത്. ഇപ്പോൾ എല്ലാം എല്ലാവർക്കും ഇവിടെ കൂടെ പോകാൻ പറ്റുന്ന ഒരു സാഹചര്യം തന്നെയാണ്. അതുപോലെ തന്നെ പന്തളത്തിൻ്റെ ഏറ്റവും വലിയൊരു പ്രശ്നമായിരുന്നു
കിളികളുടെ കാഷ്ടം വരുന്നതിനെ സംബന്ധിച്ച് അതുമായിട്ട് ബന്ധപ്പെട്ട് നഗരസഭ വലയിട്ടത് കൊണ്ടും ആൾക്കാർക്ക് കടക്കാർക്കാണ് ഏറ്റവും കൂടുതൽ, അതുകൊണ്ട് അവരുടെ കച്ചവടങ്ങൾ നടന്നു പോകുന്നുണ്ട്. മറ്റേ അവരുടെ കടകളിലേക്ക് ആരും കയറാത്ത ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായത്. മാലിന്യങ്ങൾ ശാസ്ത്രീയമായി നീക്കം ചെയ്ത് പൊതുവിടങ്ങൾ എങ്ങനെ സംരക്ഷിക്കണമെന്ന് മാതൃക കാട്ടിത്തരികയാണ് പന്തളം നഗരസഭ. പന്തളത്ത് നിന്നും ശശി നാരായണൻ, ന്യൂസ് 18. അപ്പൊ ഇങ്ങനെ ബന്ദിപ്പൂ കൃഷി ഇപ്പൊ എല്ലായിടത്തും ഉണ്ട്. നമ്മുടെ ഓണം ഒന്ന് ഗംഭീരമാക്കാനായുള്ള തയ്യാറെടുപ്പിലാണ് എല്ലാ കർഷകരും. നമുക്കിനി ഒരു ബർത്ത്ഡേ വിഷിലേക്ക് പോകാം ഹരി. ഇന്ന് നൂറിൻ റഷീദിന്റെ ബർത്ത്ഡേ ആണ്. ഹാപ്പി ബർത്ത്ഡേ നൂറിൻ. ഹാപ്പി ബർത്ത്ഡേ നൂറിൻ. ഹാപ്പി ബർത്ത്ഡേ. അപ്പൊ നൂറിന് എല്ലാവിധ ആശംസകളും നേരുകയാണ് ഹരി. നമ്മുടെ സമയം ഇവിടെ പൂർണ്ണമാവുകയാണ്. പ്രത്യേകിച്ച് നമ്മൾ ഇന്ന് വയനാടിനൊപ്പമാണ്. ഇനിയുള്ള 2 മണിക്കൂർ 30-ാം നാളാണ് ഉരുൾപൊട്ടിയ വഴിയിലൂടെ എന്ന പ്രത്യേക ബുള്ളറ്റിൻ കാണാം. എൽദോ പോൾ പുതുശ്ശേരി ചേരും. നമസ്കാരം.